പേരിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ബാധ്യതയുണ്ട്. ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഖിലാഫത്ത് പ്രഖ്യാപിച്ചാൽ ആ ഖിലാഫത്ത് ഭരണത്തിൻ്റെ അധീനതയിൽ ആ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ഇന്ന് ബംഗ്ലാദേശ് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനമാണ് ബംഗ്ലാദേശിൻ്റെ ലക്ഷ്യമെങ്കിൽ, ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനമാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യമെങ്കിൽ, ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനമാണ് ലോക ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമെങ്കിൽ, അത്തരമൊരു ഭരണവ്യവസ്ഥയിലും രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥയിലും ലോകത്തിലെ മറ്റെല്ലാ മത സാമുദായിക വിഭാഗങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്ന് ബംഗ്ലാദേശിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗതികേട്, ബംഗ്ലാദേശിലെ ഇന്നത്തെ ന്യൂനപക്ഷങ്ങളുടെ ഗതികേട് കേരളത്തിൽ വരാതിരിക്കുവാൻ, ഭാരതത്തിൽ വരാതിരിക്കുവാൻ, ലോകത്തിലെ മറ്റിതര ദേശങ്ങളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ എല്ലാവരും ഈ കപടമായ വാഗ്ദാനങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ പിന്നിലെ തട്ടിപ്പിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. വിശിഷ്യ കേരളത്തിലെ സമുദായ നേതാക്കൾ, ഹിന്ദു സമുദായ നേതാക്കളും കേരളത്തിലെ ഹിന്ദു സാംസ്കാരിക നായകന്മാരും എല്ലാവരും ഇതര രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ ഒരിക്കൽ തിരുനക്കര മൈതാനത്ത് നിന്ന് മതേതരത്വത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുവാൻ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ മുസ്ലിം ലീഗുകാരനോ സാധ്യമായി എന്ന് വരില്ല. അവിടെ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഓടിക്കപ്പെട്ടത് മുസ്ലിം നേതാക്കന്മാരും ഭരണാധികാരികളും അടക്കമാണുള്ളത് എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് മര്യാദയായി ജീവിക്കുന്ന ആർക്കും അത്തരമൊരു മതഭരണ വ്യവസ്ഥയിൽ നിലനിൽപ്പോ സംരക്ഷണമോ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് ഈ കേരളത്തിലെ പ്രബുദ്ധരെന്ന് അഭിനയിക്കുന്ന കേരളത്തിലെ സമുദായ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും നേടേണ്ടതുണ്ട്, തിരിച്ചറിവ് നേടേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 1500 ഹിന്ദു അധ്യാപകരോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും രാജിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 1500 ഹിന്ദു അധ്യാപകർ, അവർ പഠിപ്പിക്കാൻ പാടില്ല, അവർ മുസ്ലിം മതവിശ്വാസികളെ പഠിപ്പിക്കാൻ പാടില്ല, ഇസ്ലാമിക ഭരണവ്യവസ്ഥയിൽ ഹിന്ദു അധ്യാപകർ ഉണ്ടാകാൻ പാടില്ല എന്ന നിലയിൽ അവരെ രാജിവെപ്പിച്ചിരിക്കുന്നു. ഹിന്ദു ആഘോഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ദുർഗാപൂജ അലങ്കോലമാക്കി അവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം അടിച്ചു തകർക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഗോശാലകൾ ആക്രമിക്കുന്നു, ഹിന്ദുക്കളുടെ കൃഷിയിടങ്ങൾ തച്ചു തകർക്കുന്നു, സന്യാസിമാർ കൊല്ലപ്പെടുന്നു, സാമാന്യ ഹിന്ദുക്കൾ ഭജന നടത്തുന്നവരും അമ്പലത്തിൽ പൂജ നടത്തുന്നവരും അടക്കമുള്ളവർ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ബലാത്സംഗത്തിനിരയാക്കപ്പെടുകയും ചെയ്യുന്നു. പെൺകുട്ടികളെയും സ്ത്രീകളെയും എല്ലാം പിടിച്ചുകൊണ്ടുപോകുന്നു, പുരുഷന്മാരെ കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭരണവ്യവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകുന്ന അത്തരം വേളകളിൽ ആരും അതിനെ തടയാനുണ്ടാവുന്നില്ല. നേതാക്കന്മാർ പറയുന്നില്ല സ്ത്രീകൾ ആരാധ്യരാണ്, അവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, അവരെ നമ്മൾ പരിപാലിക്കേണ്ടവരാണ് എന്ന ഇസ്ലാമിക ഭരണവ്യവസ്ഥ എന്നോ മതവിശ്വാസത്തിൽ പ്രഖ്യാപിക്കുന്ന സ്ത്രീ സുരക്ഷ എന്തേ ബംഗ്ലാദേശിൽ കാണുന്നില്ല എന്ന് പറയുവാൻ, അതിനുത്തരം പറയുവാൻ, അതിനെ പിന്തുണയ്ക്കുന്ന ഈ നാട്ടിലെ മുസ്ലിം മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ബാധ്യതയുണ്ട്. അവരതിന് മറുപടി പറയണം. സ്ത്രീ സംരക്ഷണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇസ്ലാമിക ഭരണവ്യവസ്ഥയിലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ എന്തുകൊണ്ടാണത് ബംഗ്ലാദേശിൽ ഉണ്ടാകാതിരിക്കുന്നത്? എന്തുകൊണ്ടാണത് പാകിസ്ഥാനിൽ ഉണ്ടാകാതെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാമിക മതസമൂഹം കൂടുതൽ ഭൂരിപക്ഷമാകുന്ന പ്രദേശങ്ങളിൽ ഇതര സ്ത്രീ സമൂഹങ്ങൾക്ക് സുരക്ഷ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ഈ നാട്ടിൽ മതപ്രചാരണം നടത്തുന്ന, മതപ്രഘോഷണം നടത്തുന്ന, മതത്തിനെ കുറിച്ച് വാചാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഭാരത പതാക അവിടെ ചവിട്ടിത്തേച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഭാരത വിരുദ്ധത
കുഞ്ഞുങ്ങളിൽ പോലും കൊച്ചുകുട്ടികളിൽ പോലും അടിച്ചേൽപ്പിക്കുവാൻ വളർന്നു വരുന്ന ശിശുക്കളുടെ ഉള്ളിൽ ഭാരതം ഒരു ശത്രു രാജ്യമാണ്, ഭാരതം എന്ന ഹിന്ദുസ്ഥാൻ എന്ന നാടിനെ മുച്ചോട് മുടിക്കേണ്ടതാണ് എന്ന വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമല്ല, വെറുപ്പിന്റെ മതവിശ്വാസമാണോ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഭാരതത്തിന്റെ പതാകയെ ചവിട്ടിത്തേക്കുവാനും അതിൽ കാറിത്തുപ്പുവാനും ഭാരതത്തിന്റെ മഹാപുരുഷന്മാരെയൊക്കെ അപമാനിക്കുവാനും ശിശുക്കളെ അവിടെ മതപാഠശാലകളിൽ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ മാത്രമല്ലല്ലോ, നിങ്ങൾ അടുത്ത നാളിൽ കണ്ടില്ലേ തിരുവനന്തപുരത്ത് ഭാരതമാതാവിന്റെ ചിത്രം വെട്ടിക്കേറിയത് മതപാഠശാലയിൽ നിന്ന് പുറത്തു വന്ന കൊച്ചുകുഞ്ഞുങ്ങളല്ല, കൗമാരക്കാരായ ആൺകുട്ടികളെ കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു വഴിയരികിലിരുന്ന ഭാരതമാതാവിന്റെ പടം അത് വലിച്ചു കീറുകയും കാറിത്തൂപ്പുകയും അതിനെ ചവിട്ടിത്തേക്കുകയും ചെയ്തത് ഈ കേരളത്തിലാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരതിനെ കണ്ടു. ഭാരതത്തിനെ അപമാനിക്കുന്നത് ഈ നാടിന് ഭൂഷണമല്ല എന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് നിങ്ങൾ കേട്ടുവോ? ഏതെങ്കിലും കോൺഗ്രസുകാർ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുവോ? എന്തുകൊണ്ടില്ല? അത് ഹിന്ദുവിനെ ആക്ഷേപിക്കൽ മാത്രമല്ലല്ലോ, അത് RSSനെ ആക്ഷേപിക്കലല്ലോ. ഭാരതമാതാവിനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ RSSനെ ആക്ഷേപിക്കലാണോ? അത് ഈ നാടിനെ സ്നേഹിക്കുന്നു എന്ന് ഇടക്കിടക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ ഉത്തരവാദിത്വമില്ലേ സ്വന്തം നാടിനെ മറ്റൊരാൾ അപമാനിക്കുന്നത്? അത്തരം അപമാനിക്കുവാനുള്ള ഒരു മനോഭാവം കുഞ്ഞുങ്ങളിൽ വളർത്തിക്കൊണ്ടുവരുന്നതിനെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നില്ലേ? 1971 ബംഗ്ലാദേശ് വിമോചനം എന്ന് പറയുന്നത് ഉണ്ടായത്. ആ വിമോചനമുണ്ടായി വലിയ ആഘോഷങ്ങൾ ബംഗ്ലാദേശിലും ഒട്ടൊക്കെ ഭാരതത്തിലും ഉണ്ടായപ്പോൾ അന്നത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അന്നത്തെ പൂജനീയ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞതാണ്, അധികം ആഘോഷിക്കേണ്ടതില്ല, ആവേശം കൊള്ളേണ്ടതില്ല, ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നാളെ ഭാരതത്തിന് ഭീഷണിയായ ഒരു ശത്രു രാജ്യമായി ബംഗ്ലാദേശ് മാറും എന്ന് പറഞ്ഞത് 2024 പാഠമായി മാറിയോ? ഭാരതത്തിനെ നയിച്ചവർക്ക്, ഭാരതത്തിനെ ഭരിച്ചവർക്ക് അത് പാഠമായി മാറിയോ എന്ന് ഇപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ തുടക്കമായത്, ഇപ്പോൾ ഒരു തുടക്കം എന്തായിരുന്നു? ഇപ്പോൾ അവിടെ കലാപത്തിന്റെ തുടക്കം എന്താണ്? ബംഗ്ലാദേശ് വിമോചനത്തിന് പണിയെടുത്ത, ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും സിവിൽ സർവീസിൽ 30% സംവരണം ഏർപ്പെടുത്തിയിരുന്നു. അവിടുത്തെ സർക്കാർ, ബംഗ്ലാദേശ് സർക്കാരിന്റെ ഒരു നിയമമായിരുന്നു. ആ നാടിനെ മോചിപ്പിച്ച, പാകിസ്ഥാനിന്റെ ക്രൂരതകളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിന് ഭാഗഭാക്കായ ആൾക്കാരുടെ മക്കൾക്ക്, പിന്മുറക്കാർക്ക് 30% സിവിൽ സർവീസിൽ സംവരണം. അത് പിന്നീട് കൂടുതൽ തീവ്രവാദികൾ ഭരണത്തിൽ വന്നപ്പോൾ എടുത്തു കളഞ്ഞു. ഷെയ്ഖ് ഹസീന അതിനെ പുനഃസ്ഥാപിച്ചു. അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. സുപ്രീം കോടതി ആ 30% സംവരണം പുനഃസ്ഥാപിച്ചു. ബംഗ്ലാദേശിന്റെ സുപ്രീം കോടതി ആ സംവരണത്തിനെതിരെ പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെ ഇപ്പോൾ കലാപം ആരംഭിച്ചത്. അവിടുത്തെ സർക്കാരിനെതിരെയായിരുന്നു. പക്ഷേ ആ കലാപം വഴിതിരിഞ്ഞു വന്നത് ഇപ്പോൾ ആരുടെ നേരെയാ? സർക്കാരിനെതിരെയുള്ള സമരം എങ്ങനെയാണ് അവിടുത്തെ ഇസ്കോണിന്റെ നേരെയായത്? സർക്കാരിനെതിരെയുള്ള കലാപം എങ്ങനെയാണ് അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെയായത്? സർക്കാരിനെതിരായ കലാപം എങ്ങനെയാണ് അവിടുത്തെ ക്രിസ്ത്യാനികൾക്കെതിരെയായി മാറിയത്? സർക്കാരിനെതിരായ കലാപം അവിടുത്തെ ക്ഷേത്രങ്ങൾക്കെതിരായി മാറിയത് എങ്ങനെയാണോ ആരുടെ പേരിൽ തുടങ്ങിയാലും കലാപത്തിന്റെ ഇരകളാകുന്നത് ആത്യന്തികമായി ഹിന്ദുക്കളായിരിക്കും എന്നുള്ളതിന് നൂറ്റാണ്ട് തികഞ്ഞ ചരിത്രം ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നൂറ്റാണ്ട് തികഞ്ഞ ചരിത്രം കുമാരനാശാൻ പറഞ്ഞ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞൊരു ചരിത്രമുണ്ട്. 1921 മാപ്പിള കലാപം ആർക്കെതിരെ ആയിരുന്നു? ഖിലാഫത്ത് സമരം ആർക്കെതിരെയായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ എന്ന് പറഞ്ഞാ തുടങ്ങിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങിയ കലാപം ഏതാനും നാള് കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കൾക്കെതിരായ കൂട്ടക്കൊലപാതകമായും വർഗീയ കലാപമാക്കി ആക്രമണങ്ങളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ക്ഷേത്രങ്ങൾക്ക് തീവെക്കലുമായിട്ട് എങ്ങനെയാ മാറിയത്? ബ്രിട്ടീഷുകാർക്കെതിരായ കലാപം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കലാപം ആർക്കെതിരെ എന്ന് പറഞ്ഞു തുടങ്ങിയാലും എപ്പോഴും മനസ്സിൽ പേറുന്ന വെറുപ്പ്, ഇതര മതവിശ്വാസികളോടുള്ള വെറുപ്പിന്റെ കാരണം കൊണ്ട് ആ കലാപം വേഗം
മറ്റ് മതവിശ്വാസികൾക്ക് നേരെയായി മാറും. അത് ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും അല്പം ബോധ്യമാകേണ്ട കാര്യമാണ്. എല്ലാവർക്കും, അമുസ്ലിം എന്ന് കരുതുന്ന എല്ലാവർക്കും ബോധ്യമാകേണ്ട കാര്യമാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. ഇതിങ്ങനെയൊക്കെ ആകുമെന്ന് രണ്ട് നേതാക്കന്മാർ പണ്ട് പറഞ്ഞിരുന്നു. ഇതിങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ? ഏത് സംഘർഷമുണ്ടായാലും ഏത് പ്രശ്നങ്ങളുണ്ടായാലും അത് ആത്യന്തികമായി വർഗീയ കലാപമായി പരിണമിക്കും. അതുകൊണ്ട് ഭാരതം വിഭജിക്കാൻ കോൺഗ്രസ് കത്തിയൂരിയപ്പോൾ ഭാരതം വിഭജിക്കുവാൻ 3 കൂട്ടരാണ് പ്രമേയം പാസാക്കിയത്. നിങ്ങൾ ഓർമ്മ വേണം. ആരാണ് ഈ കലാപത്തിന് കാരണമാക്കിയത്? ആരാണ്? എങ്ങനെയാണ് ഈ കലാപങ്ങൾ ഉണ്ടായത്? ഭാരതം വിഭജിച്ചത് ആരാ? 3 കൂട്ടരാണ്. 1940 മാർച്ച് 24 മുസ്ലിം ലീഗ് ഭാരതം വിഭജിക്കണം മത അടിസ്ഥാനത്തിൽ എന്ന് പ്രമേയം പാസാക്കിയത്. മുസ്ലിം ലീഗ് കുറച്ചു നാൾ കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1942 സെപ്റ്റംബർ മാസം 19 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രമേയം പാസാക്കി ഭാരതത്തെ വിഭജിക്കണം, പാകിസ്ഥാന് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രമേയം പാസാക്കിയത് രണ്ടാമത്തെ കൂട്ടർ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിനുശേഷം 1947 ജൂൺ മാസം 15 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രമേയം പാസാക്കിയത്. ഭാരതം വിഭജിക്കണം, വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഭാരതം വിഭജിക്കണം. അങ്ങനെ അധികാര കൊതിമൂത്ത ഭാരതത്തിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരായി അഭിനയിച്ചവരൊക്കെ അധികാരത്തിന് വേണ്ടി കടിപിടി കൂട്ടിയവർ എങ്ങനെയും അധികാര കസേര കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചാണ് പ്രമേയം പാസാക്കിയത്. ആ പ്രമേയം പാസാക്കാൻ പാസാക്കിയപ്പോൾ 2 കൂട്ടർ പറഞ്ഞു ഇത് അപകടമാണ്. ഇങ്ങനെ മത അടിസ്ഥാനത്തിൽ തിരിക്കുന്നത് ഭാവിയിൽ അപകടകരമാകാതിരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യണം. അംബേദ്കർ പറഞ്ഞത്, ഡോക്ടർ BR അംബേദ്കർ, ഇന്ന് അതിനെ അദ്ദേഹത്തിന് ചുമന്നുകൊണ്ട് ചുമക്കുന്ന അനേക ആൾക്കാർ ഈ കോട്ടയത്തുണ്ടല്ലോ. അംബേദ്കറാണ് ഞങ്ങളുടെ വിമോചകൻ, അംബേദ്കറാണ് ഭരണഘടന ഉണ്ടാക്കിയത്, അംബേദ്കറുടെ ഭരണഘടനയാണ് പൊക്കിപ്പിടിക്കേണ്ടത് എന്ന് പാർലമെന്റിൽ അകത്തൊന്നുമില്ലാത്ത കപടമായ ഒരു പെട്ടി പൊക്കിപ്പിടിച്ചിട്ട് ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചില്ലേ? അംബേദ്കർ. ആ അംബേദ്കർ പറഞ്ഞത് എന്താ? വിഭജിക്കുകയാണെങ്കിൽ മതപരമായ ജനസംഖ്യ കൈമാറ്റം നടത്തണം. ഹിന്ദുക്കളെ പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പെട്ടുപോയ ഹിന്ദുക്കളെ ഭാരതത്തിലേക്ക് കൊണ്ടുവരണം. ഭാരതത്തിലുള്ള മുസ്ലിങ്ങളെ അവിടേക്ക് അയക്കണം. സമാധാനപരമായ ജനസംഖ്യ കൈമാറ്റത്തിലൂടെ മാത്രമേ വിഭജനം നടത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഭാവിയിൽ ഭാരതത്തിൽ എല്ലാ കാലവും അസമാധാനത്തിന് കാരണമായി അത് വഴിതെളിക്കും എന്ന് ഡോക്ടർ BR അംബേദ്കർ പ്രഖ്യാപിച്ചത് ആരെങ്കിലും പഠിച്ചോ? ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും പ്രചരിപ്പിച്ചോ? അന്നത് ചെയ്തിരുന്നുവെങ്കിൽ, അന്നത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ 1947 മുതൽ ഈ ക്രൂരമായ മതപീഡനം, ആക്രമണം ഭാരതത്തിന് ഏൽക്കേണ്ടി വരുമായിരുന്നോ? കാശ്മീർ ഉണ്ടാകുമായിരുന്നോ? 370 വകുപ്പ് ഉണ്ടാകുമായിരുന്നോ? ഈ കേരളത്തിൽ, കോട്ടയത്ത്, തിരുനക്കരയിൽ വന്നു നിന്നുകൊണ്ട് ഭാരത വിരുദ്ധ പ്രസംഗം നടത്തുവാൻ വർഗീയവാദികൾക്ക് ആകുമായിരുന്നോ? അങ്ങനെ ഒരു കൂട്ടർ ഇവിടെ ഉണ്ടാകുമായിരുന്നോ? എത്ര കോടി രൂപയാണ്, എത്ര 1000 ലക്ഷക്കണക്കിന് കോടി രൂപ ഭാരതത്തിന്റെ ഈ ഭീകരവാദത്തെ ചെറുക്കുവാൻ വേണ്ടി, ഈ അതിർത്തികളിലെ സംഘർഷത്തെ ചെറുക്കുവാൻ വേണ്ടി എത്ര ലക്ഷം കോടി രൂപ നാം ചെലവഴിച്ചു. അതുണ്ടാകുമായിരുന്നോ? അന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് സർദാർ വല്ലഭഭായ് പട്ടേലാണ്. അദ്ദേഹമാ പറഞ്ഞത് വിഭജനമായിക്കൊള്ളുക, പക്ഷേ ആ വിഭജനത്തിന്റെ വിഭജനത്തിനോടൊപ്പം തന്നെ 2 സർക്കാരുകളുടെയും പട്ടാളത്തിന്റെ സർക്കാരിന്റെ നേതൃത്വത്തിൽ സൈന്യത്തിന്റെ സംരക്ഷണയിൽ ജനസംഖ്യാ കൈമാറ്റം നടത്തണം. ആ ജനസംഖ്യ കൈമാറ്റം നടത്തിയില്ലെങ്കിൽ എല്ലാ കാലവും ഭാരതം അസ്ഥിരപ്പെട്ടു പോകും എന്ന് പറഞ്ഞത് ഇതാ 77 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ വാക്കുകൾ സത്യമായില്ലേ? ആ ദ്വന്ദ്വം നാം ഇന്നും പേറിക്കൊണ്ടിരിക്കുകയല്ലേ? അന്നത് നടത്തിയിരുന്നുവെങ്കിൽ അധികാരത്തിന്റെ ആർത്തി പൂണ്ട കോൺഗ്രസ് നേതാക്കൾ ഹിന്ദുക്കളെ കാപാലികരുടെ, വർഗീയവാദികളായ കാപാലികരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. അവരുടെ മുൻപിലേക്ക് തെരുവ് നായ്ക്കളുടെ, അല്ലെങ്കിൽ ഭ്രാന്തെടുത്ത നായ്ക്കളുടെ മുൻപിലേക്ക് ഇറച്ചിത്തുണ്ടുകളെ എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ഭാരതത്തിലെ ഹിന്ദുക്കളെ ഈ ഭീകരവാദികളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇതിന് മനസാക്ഷി ഉണ്ടായത്? 1947 അങ്ങനെ
എങ്ങനെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനാഥരായത്? അവിടുത്തെ സിഖുകാർ അനാഥരായത് എങ്ങനെയാണ്? അവിടുത്തെ ക്രിസ്ത്യാനികൾ അനാഥരായത് എങ്ങനെയാണ്? പാകിസ്ഥാനിലെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ അനാഥരായത് എങ്ങനെയാണ്? 1947 ആഗസ്റ്റ് 14 രാത്രി അന്നത്തെ ഭാരതത്തിൽ ഉറങ്ങാൻ കിടന്നവർ മുഴുവൻ ഭാരതീയരായിരുന്നു. 1947 ആഗസ്റ്റ് 14 രാത്രി ഉറങ്ങാൻ കിടന്നവർ ഭാരതീയരായിരുന്നു. 15 രാവിലെ ആഗസ്റ്റ് 15 രാവിലെ ഉണർന്നെണീറ്റപ്പോൾ നിങ്ങൾ ശത്രുരാജ്യത്താണ്, നിങ്ങൾ ശത്രുക്കളാണ് എന്ന് ഗതികേട് ഉണ്ടാക്കിയതാരാ? ഈ നാട്ടിൽ മതേതരത്വത്തിന്റെ പേരിൽ പ്രസംഗിച്ച് നടക്കുന്ന കോൺഗ്രസ്സുകാരല്ലേ? അധികാരത്തിന് വേണ്ടി ഈ ക്രൂരതകൾ ചെയ്ത കോടിക്കണക്കിന് മനുഷ്യരെ ഒന്ന് ആലോചിച്ചു നോക്കുക. 1.5 കോടി മനുഷ്യരാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പലായനം ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല ഉണ്ടായത് ആഗസ്റ്റ് 15 തുടർന്നുണ്ടായ വിഭജനത്തെ തുടർന്നുണ്ടായ കലാപമാ. ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല അതായിരുന്നു. അതിനു മുൻപ് വരെ അമേരിക്കയിലെ കൂട്ടക്കൊല, അമേരിക്കയിലെ കറുത്തവരും വെളുത്തവരും തമ്മിൽ നടന്ന കലാപത്തിൽ എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുമ്പോൾ അതിനെ രണ്ടായി വിഭജിക്കണം, കറുത്തവർക്ക് വേറെ രാജ്യം, വെളുത്തവർക്ക് വേറെ രാജ്യം എന്ന് പറഞ്ഞ് കലാപം നടത്തുമ്പോൾ അത് സാധ്യമല്ല എന്ന് ലിങ്കൻ പറഞ്ഞപ്പോൾ അതിനെതിരെ നടത്തിയ കലാപത്തിൽ 10 ലക്ഷം ആൾക്കാരാ കൊല്ലപ്പെട്ടത്. 10 ലക്ഷം ആൾക്കാര്. പക്ഷേ അവിടെ ഉണ്ടായത് ലിങ്കൻ അവിടെ അമേരിക്കയെ വിഭജിച്ചില്ല. പക്ഷേ ഭീകരവാദികളുടെ വെടിയുണ്ടയേറ്റ് എബ്രഹാം ലിങ്കൻ കൊല്ലപ്പെട്ടു. ഇവിടെ ഭാരതത്തിനെ നയിച്ച പ്രധാനമന്ത്രി അല്ലെ രാഷ്ട്രീയ നേതാക്കന്മാർ കൊല്ലപ്പെട്ടില്ല, ഭാരതമാതാവിനെ വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. അവിടെ എബ്രഹാം ലിങ്കൻ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി സ്വന്തം ചോര കൊടുത്തുവെങ്കിൽ, സ്വന്തം ജീവൻ നൽകിയെങ്കിൽ, ഭാരതത്തിൽ അധികാരത്തിന് വേണ്ടി സ്വന്തം ചോര ഒഴുക്കാൻ തയ്യാറാകാതെ അധികാരത്തിന് വേണ്ടി സ്വന്തം മാതൃഭൂമിയെ വെട്ടിക്കീറുകയാണ് ചെയ്തത്. ഈ കലാപം ആരംഭിച്ചത് അന്നുമല്ല, 1947-ലുമല്ല, 1946 ആഗസ്റ്റ് 16 ഒരു പ്രഖ്യാപനം നടത്തി മുസ്ലിം ലീഗ്. എന്തായിരുന്നു ആ പ്രഖ്യാപനം? ഡയറക്റ്റ് ആക്ഷൻ. എന്താണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് മുഹമ്മദ് അലി ജിന്നയോട്, അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാവിനോട്, അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞെന്നാൽ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുന്നത് പോലെ അന്ന് മുഹമ്മദ് അലി ജിന്നയോട് ചോദിച്ചു, എന്താണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഡയറക്റ്റ് ആക്ഷൻ മീൻസ് മാസ് ഇല്ലീഗൽ മൂവ്മെന്റ്, നിയമവിരുദ്ധമായ മുന്നേറ്റം, ആക്രമണം, കൂട്ടക്കൊല, ആ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ അനുവദിക്കുന്നിടം വരെ കലാപം എന്ന് പറഞ്ഞ് 1946 ആഗസ്റ്റ് 16 ആരംഭിച്ച കലാപം എത്രയോ ലക്ഷം ആൾക്കാരെ കൊല ചെയ്തുകൊണ്ട് മുന്നേറി. 48 മണിക്കൂറിനുള്ളിൽ ആണ്, ഒക്ടോബർ മാസത്തിൽ 48 മണിക്കൂറിനുള്ളിൽ അവിടെ കൽക്കട്ടയിൽ നവഖാലി എന്ന് പറയുന്ന പ്രദേശത്ത് നടത്തിയ കൂട്ടക്കൊല 10,000 പേരെയാണ് 48 മണിക്കൂറിനുള്ളിൽ കൊന്നൊടുക്കിയത്. കോൺഗ്രസ്സുകാർ നവഖാലി സ്മൃതിയാത്ര നടത്തുന്നുണ്ടല്ലോ. ആ ശുദ്ധമണ്ടന്മാർക്കറിയുമോ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തിയതിന്റെ പേരിലായിരുന്നു ഇത് നടത്തിയതെന്ന്? ഈ പറയുന്ന നവഖാലി സ്മൃതി യാത്ര അവിടേക്ക് ഗാന്ധിജി നടത്തിയ സമാധാന യാത്രയാണ്. ഹിന്ദുക്കളുടെ ജീവൻ കൂട്ടക്കൊല നടത്തിയപ്പോൾ അതിനെ പ്രതിഷേധിക്കുവാൻ ഗാന്ധിജി നടത്തിയ സമാധാന യാത്രയുടെ പേരാണ് നവഖാലി സ്മൃതി യാത്ര. കൂട്ടക്കൊല ഹിന്ദുക്കളെ ആയിരുന്നു. ഇതിന് വർഗീയവാദികളെ സജ്ജമാക്കിയത് കോൺഗ്രസ് ആണ് എന്ന് മറന്നു പോകരുത്. എന്താണ് അവർ ചെയ്തത്? അവർ നടത്തിയ വർഗീയ പ്രീണനമായിരുന്നു. കാരണം ഈ 2024-ലും കേരളത്തിലെ ഭാരതത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്യുന്ന വർഗീയ പ്രീണനം വെറുതെ അല്ല. എന്തുകൊണ്ട്? വലിയ ജനസംഖ്യാപരമായ ശക്തിയല്ലാതിരുന്ന ഈ തീവ്രവാദി മതവിഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ഈ ക്രൂരതകൾ ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടായത് എന്നാണെങ്കിൽ ആ ധൈര്യം കൊടുത്തത് കോൺഗ്രസ് ആണ്. എപ്പോൾ? 1906-ലാണല്ലോ മുസ്ലിം ലീഗ് തുടങ്ങിയത്. ഭാരതത്തിൽ മതപരമായ സംഘടിച്ച് അധികാരം പിടിച്ചു വാങ്ങാൻ വേണ്ടി അവിടെ അവർ പ്രവർത്തനം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരുമായി ചേർന്ന് 1906-ലാണ് മുസ്ലിം ലീഗ് തുടങ്ങിയത്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളെയൊക്കെ കോൺഗ്രസിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ച ഒരു ഏർപ്പാടാണ് അവരെ ചെല്ലും ചെലവും കൊടുത്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്.
എന്നതായിരുന്നു ഏർപ്പാട്. കോൺഗ്രസ് സമ്മേളനം ഇതുപോലെ നടത്തുമ്പോൾ, അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോൾ അവർക്ക് വണ്ടിക്കൂലി, വഴിച്ചെലവ്, വസ്ത്രം ഒക്കെ കൊടുത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ കൊണ്ടയിരുത്തി ഇടയ്ക്കിടയ്ക്ക് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി അല്ലാഹു അക്ബർ വിളിപ്പിച്ചു കോൺഗ്രസ് നേതാക്കന്മാർ. മുസ്ലിങ്ങൾ കോൺഗ്രസിൽ ഉണ്ട് എന്ന് കാണിക്കുവാൻ. എന്നിട്ടും വേണ്ട പോലെ മുസ്ലിങ്ങൾ വരാതിരുന്നപ്പോഴാണ് ഒരു സുവർണ അവസരം. മുസ്ലിങ്ങളുടെ മതപരമായ ഒരു കാര്യം സാധിച്ചു കൊടുത്താൽ അവരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാം എന്ന ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു 1919 ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസ് ഏറ്റെടുത്തത്. എന്നെയും നിങ്ങളെയും പാഠപുസ്തകങ്ങളിൽ 77 കൊല്ലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പമ്പര വിഡ്ഢിത്തമല്ലേ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണെന്നല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത്. നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് ആലി സഹോദരന്മാരുടെ നേതൃത്വത്തിൽ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി നേതൃത്വം കൊടുത്ത ഖിലാഫത്ത് പ്രസ്ഥാനം പ്രഖ്യാപിച്ച സമരമുറയാണ് നിസ്സഹകരണ പ്രസ്ഥാനം. 1919 20 ഒക്കെ അത് നടത്തി. ആ പ്രസ്ഥാനം ഏറ്റെടുത്താൽ സാമാന്യ മുസ്ലിം ജനസമൂഹത്തെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിച്ചുകൊണ്ട് കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം ഏറ്റെടുത്ത് ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുത്തു. മതത്തിനു വേണ്ടി രാഷ്ട്രീയം ഏറ്റെടുക്കരുത് എന്ന് അന്ന് ഏറ്റവും കൂടുതൽ ഇതിനെ ചെറുത്തത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു, ഇത് ഏറ്റെടുക്കരുത്, അപകടമാണ്. അച്ഛനും മക്കളും തമ്മിൽ, സഹോദരനും സഹോദരനും തമ്മിൽ, മതങ്ങളും തമ്മിൽ, ഓരോ മനുഷ്യനും തമ്മിൽ തലകീറുന്ന തരത്തിലേക്ക് ഇത് ക്രൂരമായ ഒരവസ്ഥയിലേക്ക് പോകും. മതപരമായ ഒരു വിഷയം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തൽക്കാലത്തെ അധികാരമേ വേണ്ടൂ, രാഷ്ട്രീയം മാന്യന്മാരുടെ ഒരു ജോലിയാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയാണ് ചെയ്തത് മുഹമ്മദ് അലി ജിന്ന. ആ മുഹമ്മദ് അലി ജിന്ന, ദേശീയവാദിയായ മുഹമ്മദ് അലി ജിന്ന എന്ന മുസ്ലിമിനെ വർഗീയവാദിയാക്കി, പാകിസ്ഥാൻവാദിയാക്കി, വിഘടനവാദിയാക്കി മാറ്റിയത് കോൺഗ്രസാണ്. ദേശസ്നേഹമുള്ള മുസ്ലിങ്ങളെ വർഗീയവാദികളാക്കി മാറ്റി, വിഘടനവാദികളാക്കി, പാകിസ്ഥാൻവാദികളാക്കി മാറ്റിയത് അവിടെ അവസാനിച്ചില്ല. 1921 ഭാരതത്തിന് സ്വാതന്ത്ര്യമില്ലെങ്കിലും ഒരു ദേശീയ പതാക ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. കോൺഗ്രസ് തീരുമാനിച്ചത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അടയാളപ്പെടുത്തുന്ന നിറങ്ങളുള്ള ഒരു പതാക ഉണ്ടാക്കണമെന്നാണ് തീരുമാനിച്ചത്. ആ പതാക ഉണ്ടാക്കി. പിങ്കളായി വെങ്കയ്യ എന്ന് പറയുന്ന ആളിനെ കൊണ്ട് കോൺഗ്രസ് ഒരു പതാക ഉണ്ടാക്കിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഓരോ മതവിഭാഗങ്ങളും, സിഖുകാരും പാഴ്സികളും മറ്റു പലരും വഴക്കുണ്ടാക്കി, പോരാ, ഞങ്ങളുടെ മതത്തിന്റെ നിറം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ വീണ്ടും പതാക കമ്മിറ്റി തീരുമാനിച്ചു. 1931 ഏപ്രിൽ മാസം 2-ാം തീയതി കോൺഗ്രസ് തീരുമാനിച്ചതാണ് പതാക കമ്മിറ്റിയെ. ആ പതാക കമ്മിറ്റി ഭാരതം മുഴുവൻ അഭിപ്രായ സർവേ നടത്തി. എല്ലാ അഭിപ്രായങ്ങളും ശേഖരിച്ച് ആ പതാക കമ്മിറ്റി, അതിൽ അബ്ദുൽ കലാം ആസാദ് ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, സർദാർ പട്ടേൽ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട് ആ കമ്മിറ്റിയിൽ. ആ കമ്മിറ്റി ഏകകണ്ഠമായി ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തീരുമാനിച്ചത് ദീർഘചതുരാകൃതിയിലുള്ള കാവിപ്പതാകയായിരിക്കണം ഭാരതത്തിന്റെ ദേശീയ പതാക. അതിൽ ആധുനിക സ്വാതന്ത്ര്യ സമരത്തിന്റെ അടയാളമായി ചർക്ക കൂടി അടയാളപ്പെടുത്തണം എന്ന് തീരുമാനിച്ച ആ പതാകയെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി വലിച്ചെറിഞ്ഞു. എന്തിന്? അത് മതമൗലികവാദികൾക്ക് ഇഷ്ടപ്പെടില്ല, കാവി നിറം വർഗീയവാദികൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മതതീവ്രവാദികളെ പ്രീണിപ്പിക്കുവാൻ കോൺഗ്രസ് ദേശീയ പതാകയെ വലിച്ചെറിയുകയാണ് ചെയ്തത്. പിന്നീട് 47 ജൂൺ 15 പ്രമേയം പാസാക്കിയ കാര്യം ഞാൻ പറഞ്ഞു. അതിനുശേഷം 1950 ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ മതത്തിന് ന്യൂനപക്ഷ സംവരണം ഏർപ്പെടുത്തി. പിന്നീട് 2006 ഇപ്പോൾ കുറച്ചുനാൾ മുമ്പാണല്ലോ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു. എന്തായിരുന്നു റിപ്പോർട്ട്? ജാതി സംവരണം പോലെ, പട്ടികജാതി പട്ടികവർഗ സംവരണം പോലെ മതന്യൂനപക്ഷത്തിന്റെ പേരിൽ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് മാത്രം സംവരണം
എന്നാണ് ഈ പ്രീണനം അവസാനിക്കുന്നത്. ഏത് കാലത്താ പ്രീണനമില്ലാതെ ആയിട്ടുള്ളത്? 90 ജില്ലകളെ ഭാരതത്തിൽ അടയാളപ്പെടുത്തി 90 മുസ്ലിം ജില്ലകൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു മുസ്ലിം ജില്ലയാണ് അടയാളപ്പെടുത്തിയത്, മലപ്പുറം മാപ്പിള ജില്ല എന്ന് പറഞ്ഞുകൊണ്ട് EMS പ്രഖ്യാപിച്ചാൽ 2006 കോൺഗ്രസ് സർക്കാർ 90 ജില്ലകൾ മുസ്ലിം ജില്ലകളായിട്ട് പ്രഖ്യാപിച്ചത് മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല. അതിലെ ദേശസ്നേഹികൾ ഒരിക്കലും അതിനോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല. അതിലെ മാന്യന്മാരായ മുസ്ലിങ്ങൾ, ഈ രാജ്യത്തിന്റെ ഉപ്പൻചോറും തിന്ന് ജീവിക്കുന്ന ഞങ്ങൾ ഈ നാടിന്റെ മക്കളാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ആരും അതിനോട് യോജിച്ചില്ല. പക്ഷേ വർഗീയവാദികളെയും തീവ്രവാദികളെയും ഭീകരവാദികളെയും കൂടെ കൂട്ടുവാൻ ഒടുക്കമില്ലാത്ത കോൺഗ്രസിന്റെ പ്രീണനമാണ് ഇന്ന് ഈ തീവ്രവാദികൾ ഓരോ പ്രദേശങ്ങളിലും അഴിഞ്ഞാടുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. 1946 മുതൽ പറയുന്ന ഒരു വാക്കാണല്ലോ ദളിത് മുസ്ലിം ഐക്യം. 1940 പറഞ്ഞതാ. പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു, ദളിതന്മാർക്ക് മോചനം വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വേണം. ഇപ്പോഴും മുസ്ലിം ലീഗ്, കേരളത്തിലെ മുസ്ലിം ലീഗ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, കേരളത്തിലെ മുസ്ലിം ലീഗ് തന്നെയാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ്. അവർ പറയുന്നത് എന്താ? ദളിതുകൾക്ക് മോചനം വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടണമെന്ന്. അങ്ങനെ കൂടാൻ തീരുമാനിച്ചപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ 2 പേരുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞത് ഒരാള്, വിഭജനത്തിന് മുൻപ് പറഞ്ഞത് ഡോക്ടർ അംബേദ്കറാണ്. അത് കേൾക്കാതെ യോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിൽ ലക്ഷാവധി ദളിതന്മാർ മുസ്ലിം ലീഗിനോടൊപ്പം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പാകിസ്ഥാനിലേക്ക്, ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് പോയി ലക്ഷക്കണക്കിന് ദളിതന്മാർ ദളിത് മുസ്ലിം ഐക്യം അങ്ങനെ പറഞ്ഞുകൊണ്ടുപോയി. പോയി കഴിഞ്ഞ ഉടനെ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ 1947 നവംബർ മാസം 28-ാം തീയതി ഡോക്ടർ അംബേദ്കർ ദ ഫ്രീ പ്രസ് ജേർണലിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു, പാകിസ്ഥാനിൽ അകപ്പെട്ടിരിക്കുന്ന പട്ടികജാതിക്കാർ അവർക്ക് സാധ്യമായ എല്ലാ വഴി ഉപയോഗിച്ചും, നിയമപരമായിട്ടെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറ്റുമോ ആ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചും ഇന്ത്യയിലെത്തണമെന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനിലെയോ ഹൈദരാബാദിലെയോ പട്ടികജാതിക്കാർ മുസ്ലിങ്ങളിലോ മുസ്ലിം ലീഗിലോ വിശ്വാസമർപ്പിക്കുന്നത് മരണതുല്യമാണ്. ഹിന്ദുക്കളെ ഇഷ്ടമല്ലെന്നതിനാൽ മുസ്ലിങ്ങളെ സൗഹൃദത്തിലാക്കാൻ ശ്രമിക്കുന്നത് ശീലമായി മാറിയിരിക്കുകയാണ്. ഇത് തെറ്റായ ചിന്താഗതിയാണ്. നാളെ അപകടത്തിലാകും നിങ്ങൾ എന്ന് 1947 നവംബർ മാസം ഡോക്ടർ അംബേദ്കർ പറഞ്ഞതാണ്. ദളിത് മുസ്ലിം ഐക്യം തട്ടിപ്പാണ്, ആ ചതിയിൽ നിങ്ങൾ വീഴരുത് എന്ന്. അത് കേൾക്കാതെ ഒരാൾ പാകിസ്ഥാനിലേക്ക് പോയി. കൽക്കട്ടയിൽ നിന്ന് ഒരാൾ, ദളിതന്മാരുടെ അംബേദ്കറെ പോലെ തന്നെ പ്രശസ്തനായിരുന്ന ഒരു ദളിത് നേതാവിന്റെ പേരാണ് യോഗേന്ദ്രനാഥ് മണ്ഡൽ. ആ മണ്ഡലിനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് ഇത്. കുരുക്ഷേത്രയിലുണ്ട്, പിന്നെ സൗകര്യം പോലെ നിങ്ങൾ വാങ്ങി വായിച്ചാൽ മതി. ഇതിനകത്ത് പോയ ആ യോഗേന്ദ്രനാഥ് മണ്ഡൽ പലവട്ടം ആവശ്യപ്പെട്ടു, എന്നെ മന്ത്രിയാക്കാമെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ, ദളിതന്മാരുടെ പ്രതിനിധിയെ മന്ത്രിയാക്കാമെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ, എന്താ മന്ത്രിയാക്കാത്തത് എന്ന് ചോദിച്ചു. വേണ്ട. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ കലാപം ആരംഭിച്ചല്ലോ, വിഭജന അനന്തര കലാപം. ആ കലാപം ദളിതനാണോ സവർണനാണോ എന്ന് നോക്കിയിട്ടായിരുന്നില്ല, ബ്രാഹ്മണനാണോ നാമശൂദ്രനാണോ എന്ന് നോക്കിയിട്ടായിരുന്നില്ല ആ കലാപം കണ്ടു മടുത്ത 2 നിയമമന്ത്രിമാർ. ഇവിടെ ദളിത നേതാവ് നിന്ന് പറയുന്ന ഡോക്ടർ അംബേദ്കർ ഇവിടുത്തെ നിയമമന്ത്രി, പാകിസ്ഥാനിലെ നിയമമന്ത്രി യോഗേന്ദ്രനാഥ് മണ്ഡൽ. ആ യോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന കേന്ദ്രമന്ത്രിയുടെ മുസ്ലിം പാകിസ്ഥാനിലെ നിയമമന്ത്രിയുടെ കൺമുൻപിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നത് കണ്ട അനേക ലക്ഷം ആൾക്കാർ കൊല്ലപ്പെടുന്നത് അദ്ദേഹം സ്വന്തം കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു. അതിൽ ദളിതന്മാരടക്കമുള്ളവർ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കപ്പെട്ടു. അവർ ആക്രമണത്തിനിരയായി, അവരുടെ വീടുകൾ കത്തിച്ചു, ആരാധനാ മന്ദിരങ്ങൾ മുഴുവൻ തച്ചു തകർത്തു. അത് കണ്ട് അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതി. ആ കത്ത് മുഴുവൻ ഈ പുസ്തകത്തിലുണ്ട്, അത് മുഴുവൻ വായിക്കാൻ സമയമില്ല, 2 ഖണ്ഡിക മാത്രം ഞാൻ വായിക്കാം. അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത രാജിക്കത്തിലെ 2 ഭാഗം. വിഭജനത്തിന് ശേഷം പശ്ചിമ പഞ്ചാബിൽ പട്ടികജാതികളിൽപ്പെട്ട 1,00,000 പേർ ഉണ്ടായിരുന്നു. അവരിൽ വലിയ അളവോളം പേർ ഇസ്ലാമിലേക്ക് മതം മാറി എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. പാകിസ്ഥാന്റെ തലസ്ഥാനം
സിന്ധ്, കറാച്ചി എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കുറച്ച് ഹിന്ദുക്കളുടെ സ്ഥിതി വളരെ വേദനാജനകമാണ്. എനിക്ക് കറാച്ചിയിലെയും സിന്ധിലെയും ഇപ്പോഴും മുസ്ലിങ്ങളുടെ അധീനതയിലായിരിക്കുന്ന 363 ഹിന്ദു ക്ഷേത്രങ്ങളുടെയും ഗുരുദ്വാരകളുടെയും ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 363 ഹിന്ദു ക്ഷേത്രങ്ങളുടെയും ഗുരുദ്വാരകളുടെയും അത് അവിടുത്തെ വർഗീയവാദികൾ പിടിച്ചെടുത്തിരിക്കുന്നു. അത് ഏതൊക്കെയാണ് ആ ക്ഷേത്രങ്ങൾ എന്നുള്ളത് എന്റെ കയ്യിൽ, ഞാൻ മന്ത്രിയാണല്ലോ, എന്റെ കയ്യിൽ അതിന്റെ ലിസ്റ്റുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ചില ക്ഷേത്രങ്ങൾ ചെരുപ്പുകുത്തികളുടെ കടകളോ അറവുശാലകളോ ഹോട്ടലോ ഒക്കെയായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ നാട്ടിൽ പിടിച്ചെടുത്ത ക്ഷേത്രങ്ങൾ അറവുശാലകളാക്കി മാറ്റിയിരിക്കുന്നു. 1921 മലബാർ കലാപത്തിൽ, മാപ്പിള കലാപത്തിൽ അമ്പലങ്ങൾ പിടിച്ചെടുത്തത് തീവെക്കുക മാത്രമല്ല, വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കുക മാത്രമല്ല, ആ വിഗ്രഹങ്ങളിൽ അമ്പലത്തിനുള്ളിൽ വെച്ച് പശുക്കളെ അറുത്ത് അതിന്റെ കുടൽമാല ക്ഷേത്ര വിഗ്രഹങ്ങളിൽ ചാർത്തിയതിനെ കുറിച്ച് KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി K. മാധവൻ നായർ എഴുതി വെച്ചിരിക്കുന്നത് ഈ തിരുനക്കരയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ കേട്ടുകൊണ്ടിരിക്കുന്നത് വായിച്ചിട്ടുണ്ടോ? ക്ഷേത്രങ്ങളിൽ അവിടെ ചെയ്തത് അത് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ ചെയ്തത് ദളിത് മുസ്ലിം ഐക്യത്തിന്റെ വക്താവായി മാറിയ യോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന ദളിത് നേതാവ് എന്ന് പാകിസ്ഥാൻ മന്ത്രി പറയുകയാണ്. ആ ക്ഷേത്രങ്ങൾ അറവുശാലകളാക്കി മാറ്റിയിരിക്കുന്നു. ആ ക്ഷേത്രങ്ങൾ ചെരുപ്പുകുത്തുകളുടെ കേന്ദ്രമാക്കിയും ഹോട്ടലുകളാക്കിയും അധപ്പതിച്ചിരിക്കുന്നു. ഒരു ഹിന്ദുവും തന്റെ സമ്പത്തിന്റെ അധികാരം വാങ്ങാൻ തിരികെ വന്നിട്ടില്ല. യാതൊരു അറിയിപ്പുമില്ലാതെ അവരുടെ വസ്തുവകകളിൽ അധികാരം സ്ഥാപിച്ച് സ്വത്തുക്കൾ അഭയാർത്ഥികളുടെയും പ്രാദേശിക മുസ്ലിങ്ങളുടെയും ഇടയിൽ വിതരണം ചെയ്തു. ഓടിപ്പോയ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ, ഓടിപ്പോകാത്ത ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടും വീടും സ്വത്തും കടകളുമെല്ലാം ആ സ്വത്ത് മുഴുവൻ പിടിച്ച് നാട്ടിലെ മത നേതാക്കന്മാർ അവരുടെ അണികൾക്ക്, മതവിശ്വാസികൾക്ക് വിതരണം ചെയ്ത കണക്ക് എന്റെ കയ്യിലുണ്ട് എന്ന് പാകിസ്ഥാന്റെ മന്ത്രിയാ എഴുതി വെച്ചിരിക്കുന്നത്. വിശ്വാസം വരുന്നുണ്ടോ? ദളിത് മുസ്ലിം ഐക്യത്തിന്റെ പിന്നാലെ പോകുന്ന ചതിക്കപ്പെട്ട ദളിതന്മാർക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ ചരിത്രം? അവർക്ക് മനസ്സിലാകുമോ? അല്ലെങ്കിൽ എന്ന് മനസ്സിലാകും? സ്വന്തം നേതാവ് യോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ ഗതികേട് ഞാൻ ബാക്കി പറയാം. അദ്ദേഹം പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ ഒരിടവുമില്ല. ഒന്നുകിൽ മതപരിവർത്തനം അല്ലെങ്കിൽ വിഭജനം. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഭയാനകമായ പിടിയിലാണ് അവരുടെ ഭാവി. കുറെ കാലമായുള്ള എന്റെ ചിന്തയുടെയും മാനസിക സംഘർഷത്തിന്റെയും ഫലമായി എനിക്ക് എത്തിച്ചേരാനുള്ള നിഗമനം ഇതാണ്. അദ്ദേഹം പറയുക, ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുക. ഇത് എന്റെ അനുഭവമാണ് എന്ന് പാകിസ്ഥാന്റെ മന്ത്രി, ദളിത് നേതാവ് പറയുകയാണ്. ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളും പട്ടികജാതിയിലെ രാഷ്ട്രീയ അവബോധം സിദ്ധിച്ച ധാരാളം പേരും കിഴക്കൻ ബംഗാൾ വിട്ടുപോയിരിക്കുന്നവർ ഭാരതത്തിലേക്ക് പോയിരിക്കുന്നു. പാകിസ്ഥാനിൽ താമസിക്കുന്നവരെ ഒന്നുകിൽ ക്രമേണ പ്രത്യേക പദ്ധതിയിലൂടെ ഇസ്ലാമിലേക്ക് മതം മാറ്റുകയോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുകയോ ചെയ്യും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് എവിടെ പറഞ്ഞതാണെന്ന് അറിയുമല്ലോ, മറന്നുപോകരുത്. പാകിസ്ഥാന്റെ നിയമവകുപ്പ് മന്ത്രി അവരുടെ പ്രധാനമന്ത്രിക്ക് അയച്ച രാജിക്കത്തിലെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അവരെ ഉന്മൂലനം ചെയ്ത് കളയാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തതെന്താണെന്നറിയുമോ? ഈ രാജിക്കത്ത് രാത്രിക്ക് രാത്രി 1950 ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹവും ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ മന്ത്രി വിളിച്ചു വരുത്തി, നിങ്ങൾ ഇവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ പോലീസുകാരുടെ നേതൃത്വത്തിൽ അവിടുത്തെ പാവപ്പെട്ടവരും അല്ലാത്തവരുമായ സർവ്വ ഹിന്ദുക്കളെയും ഉച്ചാടനം ചെയ്യുന്നത് നേരിൽ കണ്ട് ചങ്ക് തകർന്നുപോയ പാകിസ്ഥാന്റെ മന്ത്രി, നിയമവകുപ്പ് മന്ത്രി രാജിക്കത്ത് രാത്രിക്ക് രാത്രി തപാൽപ്പെട്ടിയിലിട്ടിട്ട് ആരും കാണാതെ ആ നിയമവകുപ്പ് മന്ത്രി ദളിത് മുസ്ലിം ഐക്യത്തിന്റെ വക്താവ് പാതിരാവിൽ ഒളിച്ചോടി കൽക്കട്ടയിൽ വന്ന് തെരുവിൽ കിടക്കേണ്ടി വന്നു. ദളിത് മുസ്ലിം ഐക്യത്തിന്റെ പേരിൽ പോയവർ
മന്ത്രിയുടെ ഗതി അതാണെങ്കിൽ സാധാരണക്കാരന്റെ ഗതി എന്താവും? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദളിത് മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ആ തരത്തിലുള്ള പുരോഗമനം, സംരക്ഷണം കിട്ടില്ല എന്ന് ഈ കൺമുമ്പിൽ ചരിത്രം കണ്ടിട്ട്, ഈ അനുഭവങ്ങൾ കണ്ടിട്ട് ഭാരതത്തിലെ, കേരളത്തിലെ, കോട്ടയത്തെ, തിരുനക്കരയിലെ പ്രബുദ്ധരായ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഈ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറുണ്ടോ എന്ന എന്റെ ചോദ്യം. അടിസ്ഥാന കാരണം അസഹിഷ്ണുതയാണ്. അസഹിഷ്ണുത. ഈ നാട്ടിൽ മതസൗഹാർദ്ദം പ്രസംഗിക്കുന്ന, മതത്തിന് വേണ്ടി എപ്പോഴും തുല്യത പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആ മുസ്ലിം സഹോദരന്മാരോട് എനിക്കത് ചോദിക്കാനുള്ളത്, പറയുവാനുള്ളത്, നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ആ മതത്തിൽ അസഹിഷ്ണുതയില്ല എന്ന് പറയുന്നു, ആ മതത്തിൽ സമത്വമാണ് എന്ന് പറയുന്നു. നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ പാഠത്തിൽ 4 തരം മുസ്ലിങ്ങളുണ്ട്. നമ്മുടെ പഠനത്തിൽ ഒന്ന് സർവ്വസാധാരണക്കാരായ മുസ്ലിങ്ങൾ. ഈ തിരുനക്കരയിലും ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നവരിലും ഒക്കെ ഉണ്ട്. അവരിവിടെ വന്ന് നിന്ന് കേൾക്കും, അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവർ സാധാരണ ഒരു മതവിശ്വാസി എന്ന നിലയ്ക്ക് അവർ മുസ്ലിങ്ങളാണ്. അവർ മതം അനുസരിച്ച് ജീവിക്കുന്നു. കച്ചവടമോ തൊഴിലോ അല്ലെങ്കിൽ ഉദ്യോഗമോ നടത്തി ഭാര്യയും മക്കളുമായി സ്വസ്ഥമായി ഈ നാടിന്റെ മക്കളായി ജീവിക്കുന്ന ഒരു പറ്റം മുസ്ലിങ്ങൾ. അതാണ് ഒരു കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ മതമൗലികവാദികളാണ്. അവരാണ് ബഹുഭൂരിപക്ഷമുള്ളത്. അവരാണ് പ്രചരിപ്പിക്കുന്നത് മതമല്ലാതെ, ഇസ്ലാം മതമല്ലാതെ മറ്റൊരു മതവും പാടില്ല എന്ന്, മറ്റു മതങ്ങൾ തെറ്റാണ് എന്ന്, മറ്റ് ദൈവസങ്കല്പങ്ങൾ തെറ്റാണ് എന്ന്, മറ്റ് ആരാധനാ സമ്പ്രദായങ്ങൾ തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കുന്ന മതമൗലികവാദികളാണ് രണ്ടാമത്തെ കൂട്ടർ. ബഹുഭൂരിപക്ഷവും അവരാണ്. മൂന്നാമത്തെ കൂട്ടർ മറ്റ് മതം തെറ്റാണ്, മറ്റ് ആരാധന തെറ്റാണ് എങ്കിൽ ആ തെറ്റ് തിരുത്തണം, അവനെ വെറുക്കണം. ആ വെറുപ്പിന്റെ സന്തതികളെയാണ് തിരുവനന്തപുരത്ത് നാം കഴിഞ്ഞ ദിവസം കണ്ടത്. അതുകൊണ്ട് അത്തരക്കാരോട് എപ്പോഴും വെറുപ്പ് സൂക്ഷിക്കണം ഉള്ളിൽ. പരിഹാരം അവരെ ഇല്ലാണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളിലെപ്പോഴും വെറുപ്പ്, പരമത നിന്ദ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് മത തീവ്രവാദികൾ. അവരാക്രമണമൊന്നും നടത്തില്ല, പക്ഷേ അവർക്കൊരു അമ്പലം കണ്ടാൽ മനസ്സ് കഴിക്കും. അവർക്കൊരു ഭജന കേട്ടാൽ അവരുടെ ചെവി ചൊറിയും. അവർക്ക് ഒരു ആരാധനാ സമ്പ്രദായം കണ്ടാൽ, ഒരു അമ്പലത്തിന്റെ ആഘോഷം കണ്ടാൽ അവർക്ക് സഹിക്കില്ല. അവർ മക്കളെ പറഞ്ഞയച്ചതിന് കല്ലെറിയാൻ സ്വാതന്ത്ര്യം കൊടുക്കും. അവരെയാണ് മത തീവ്രവാദികൾ എന്ന് പറയുന്നത്. നാലാമത്തെ കൂട്ടരാണ് തെറ്റായ കാര്യം ചെയ്യുന്ന അമുസ്ലിങ്ങളെ, തെറ്റായ പാത പിന്തുടരുന്ന അമുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഭീകരവാദികൾ. അത് വിശദീകരിക്കേണ്ടതാണ്, മറ്റെപ്പോഴെങ്കിലും വിശദീകരിക്കാം. ഇതിൽ സാധാരണ മതവിശ്വാസികൾ ഒഴിച്ച് മതമൗലികവാദികൾ, മത തീവ്രവാദികൾ, മതഭീകരവാദികൾ അവരെപ്പോഴും വെറുപ്പും ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കും. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ മത നേതാക്കന്മാർ, പുരോഹിതന്മാർ തിരുത്തണം. ഇതര മതങ്ങൾ, ഇതാ വത്തിക്കാനിൽ കഴിഞ്ഞ ദിവസം പോയില്ലേ, നമ്മുടെ കേരളത്തിലെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാർ പോയില്ലേ? അവിടെ എന്തുകൊണ്ടാണ് വത്തിക്കാനിലെ മാർപ്പാപ്പ, ആഗോള കത്തോലിക്ക മതത്തിന്റെ അധിപൻ, അവിടെ സർവ്വമത സമ്മേളനം നടത്തുവാൻ കാരണം എന്താ? അതിനു മുൻപ് തന്നെ, 20 കൊല്ലം മുൻപ് തന്നെ വത്തിക്കാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് മതവും സ്വാതന്ത്ര്യത്തോടുകൂടി അനുസരിക്കേണ്ടതാണ് എന്ന്. അവർ മതം തിരുത്താൻ തയ്യാറായിരിക്കുന്നു, മതവിശ്വാസത്തെ തിരുത്താൻ തയ്യാറായിരിക്കുന്നു. കാരണം ലോകത്തിന്റെ സമാധാനമാണ് ആവശ്യം. അതിന് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ ചെയ്യണം എന്ന് കത്തോലിക്ക മതം, ക്രൈസ്തവ മതം പ്രഖ്യാപിച്ചതുപോലെ ഇന്നത്തെ ഇസ്ലാം മത പണ്ഡിതന്മാർ ചേർന്ന് പുതിയ ഒരു ലോകം, പുതിയ സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ ഒരു ലോകം സംജാതമാക്കുവാൻ കൈകോർക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം മതഭീകരവാദവും മത തീവ്രവാദവും മതമൗലികവാദവും വളർന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സംഘർഷം നടന്നുകൊണ്ടിരിക്കും. ആ സംഘർഷമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ, അവിടുത്തെ ക്രിസ്ത്യാനികൾ, അവിടുത്തെ സിഖുകാർ, അവിടുത്തെ പാഴ്സികൾ, ജൂതന്മാർ ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവിടെ തീവ്രമായ മതവിശ്വാസമുള്ളവരാണ് ഭരണം നടത്തുന്നത്. അല്പം ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടരിൽ പെട്ടവരായിരുന്നു ഷെയ്ഖ് ഹസീനയും കൂട്ടരും. നമ്മൾ മതവിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷെ സ്നേഹത്തിൽ വർത്തിക്കാം എന്ന വിശ്വാസം കൊണ്ട് നടന്നിരുന്നവരെ ആട്ടിപ്പുറത്താക്കി, ചവിട്ടി പുറത്താക്കി, അവരെ പലായനം ചെയ്യിച്ച് അധികാരം പിടിച്ചെടുത്ത
വർഗീയ കോമരങ്ങളുടെ പിടിയിൽ നിന്ന് ബംഗ്ലാദേശിനെ മാത്രം രക്ഷിച്ചാൽ പോരാ, അവിടുത്തെ അമുസ്ലിങ്ങളെ രക്ഷിച്ചാൽ പോരാ, ലോകത്തിലെ ഈ ഭീകരമായ മതതീവ്രവാദത്തിന്റെ പിടിയിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കാൻ കഴിയണമെങ്കിൽ രണ്ട് കൂട്ടർ വിചാരിക്കണം. ഒന്ന്, ഇസ്ലാം മതത്തിന്റെ നേതാക്കന്മാർ അവരുടെ മതവിശ്വാസത്തിൽ ചില തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് എല്ലാ മതങ്ങൾക്കും സ്വസ്ഥമായി തുല്യമായി പെരുമാറാൻ, ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിശ്വസിക്കുവാൻ, കൊണ്ടു നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർ സ്വയം അവരുടെ അണികളിൽ പഠിപ്പിച്ചാൽ മതി, വിശ്വാസികളെ പഠിപ്പിച്ചാൽ മതി. അതാണ് ഒരു പരിഹാര മാർഗം. മറ്റൊരു പരിഹാര മാർഗം ഇവിടെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങളാണ്. ആക്രമിക്കുവാൻ വരുന്ന കലാപകാരികൾ നിങ്ങളുടെ മുമ്പിൽ ഈഴവനാണോ, നായരാണോ, നമ്പൂതിരിയാണോ, ദളിതനാണോ? ബംഗ്ലാദേശിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാമശൂദ്രൻ എന്ന ദളിതനാണോ എന്ന് നോക്കിയിട്ടല്ല അവർ ആക്രമിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അമുസ്ലിമാണോ എന്ന നോട്ടം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ പള്ളികൾ അടിച്ചു തകർത്തത്, അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ മതം മാറ്റിയത്, അതുകൊണ്ടാണ് അവരെയും കൊല്ലുവാൻ തയ്യാറായതും അവർ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അമുസ്ലിം എന്നുള്ളതാണ് അവിടെ ജാതിയും മതവും ഒന്നുമല്ല. അതിന് പരിഹാരമുണ്ടാവണമെങ്കിൽ ഈ ആക്രമണത്തിനിരയാകുന്നവരുടെ ഐക്യ നിരയുണ്ടാവണം. ഒന്ന്. രണ്ട്, അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നാട്ടിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈഴവനുണ്ട്, നായരും നമ്പൂതിരിയും പുലയനും ആശാരിയും എല്ലാവരും ഉണ്ട്. അതൊക്കെ ആയിക്കൊള്ളട്ടെ, അവരവരുടെ സംഘടനകളും പ്രവർത്തനങ്ങളുമായി മുന്നേറുക. പക്ഷേ അതിനപ്പുറം ഒരു ഹിന്ദു എന്നുള്ള നിലയിൽ സ്വസ്ഥമായി ആ ഓട്ടം കണ്ട് പ്രാണം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ആ ഓട്ടം കണ്ടപ്പോൾ മറ്റൊരു സന്യാസി, ഇത് സുപരിചിതനായിരുന്ന ഒരു സന്യാസി പറഞ്ഞു, ഓടരുത്, തിരിഞ്ഞു നിൽക്കുക. വിവേകാനന്ദൻ തിരിഞ്ഞു നിന്നപ്പോൾ എല്ലാ കുരങ്ങന്മാരും തിരിച്ചോടിയ ഗതികേടിലേക്ക് ആ ഒരു സാഹചര്യം ഉണ്ടാകാത്തിടത്തോളം കാലം തിരിഞ്ഞു നിൽക്കാനുള്ള തന്റെ ഇടം കാണിച്ചാൽ ലോകത്തിലെ ഒരു ഭീകരവാദിയും നമ്മളെ ആക്രമിക്കാൻ വരില്ല. ഒരു മതമൗലികവാദിക്കും അതിന് കൈ ഉയർത്താൻ കഴിയില്ല എന്നുള്ള ധൈര്യം വരില്ല. കാരണം അങ്ങനെ അവർക്ക് ധൈര്യം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമാണ്. അവരെ പോകാൻ പറയുക. ഈ നാട്ടിലെ കോൺഗ്രസുകാർ നിങ്ങളെ രക്ഷിക്കുമെന്ന് വിചാരിക്കുന്നുവോ? ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്നുവോ? ആണെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാ. ആ സ്വർഗത്തിൽ നിന്ന്, വിഡ്ഢികളുടെ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്ന് ഈ നാടിന്റെ അസ്തിത്വത്തിന്റെ ബലത്തിൽ, ആത്മബലത്തിൽ ഒന്നിച്ചു നിന്ന് സമുദായ സംഘടനാ വികാരങ്ങൾക്കപ്പുറം ഹിന്ദുക്കളാണ് നാം എന്നുള്ള ബോധത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ മതമൗലികവാദികളുടെ, ഭീകരവാദികളുടെ പിടിയിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അങ്ങനെ ഒരു അവബോധം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക്, ലോകത്തിലെ എല്ലാ ഹിന്ദു സമൂഹവും, ലോകത്തിലെ എല്ലാ അമുസ്ലിം വിഭാഗവും അവരുടെ പിന്നിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമ്മുടെ നാട്ടിലെ ഓരോ സമുദായവും, ഓരോ ഹിന്ദു സമൂഹവും തയ്യാറാവണം. ആ കൂട്ടത്തിൽ ക്രൈസ്തവരും ദേശീയ ബോധമുള്ള മുസ്ലിങ്ങളും തയ്യാറാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി ശ്രീ കാഭാജി. ആശംസകൾ അർപ്പിക്കുന്നതിനായി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സംപൂജ്യ സ്വാമിജി സസ്വരൂപാനന്ദ സരസ്വതി തിരുവടികൾ, പ്രജ്ഞാനാനന്ദ സ്വാമിജി, വേദിയെ ധന്യമാക്കുന്ന മറ്റെല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന വേദിയെയും സദസ്സിനെയും ധന്യമാക്കുന്ന എല്ലാ ഹിന്ദു ധർമാഭിമാനികൾക്കും സാദര നമസ്കാരം അർപ്പിച്ചുകൊണ്ട് കേവലം 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും പിൻവാങ്ങാം എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്.
ഇവിടെ നാം ഇതുവരെ ശ്രമിച്ച എല്ലാ പ്രസംഗങ്ങളിലും നിഴലിച്ചു നിന്ന ഒരു സന്ദേശമുണ്ട്. ഭാരതത്തിന്റെ വിഭജനം നാം ആലോചിച്ച് നോക്കണം. 72 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുണ്ടായിരുന്ന ഭാരതാംബയെ 34 ലക്ഷം സ്ക്വയർ കിലോമീറ്ററായി കുറയുന്നതായ സാഹചര്യത്തിന്റെ ഉടമസ്ഥാവകാശം പേറുന്നവരും മുഴുവനും തന്നെ ബഹുഭൂരിപക്ഷവും ഇസ്ലാമിക മതമൗലികവാദികളോ ഇസ്ലാമിക മതവെറിയന്മാരോ ആയിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് ചരിത്ര സത്യമാണ്. ഞാൻ വലിയ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ബംഗ്ലാദേശ് രൂപീകൃതമാവാൻ ഇടയായ സാഹചര്യം അത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമാവാൻ ഇടയായത്? പാകിസ്ഥാൻ അവിടുത്തെ മുസ്ലിമങ്ങള് തന്റെ മുസ്ലിം സഹോദരങ്ങളെ തന്നെ അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായിട്ട് അവരെ ഇന്ന് ഏത് തരത്തിലാണോ മതവെറിയന്മാര് മത തീവ്രവാദികളായിട്ടുള്ള ബംഗ്ലാദേശിലെ മുസ്ലിം മതമൗലികവാദികള് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ വിശിഷ്യ ഹിന്ദു സമാജത്തെ കാർന്നു തിന്നുമ്പോ അവര് ചെയ്യുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല. ഒരുമിച്ച് യാത്ര ചെയ്യുന്ന അമ്മയെയും മകളെയും തെരുവോരങ്ങളിൽ തടഞ്ഞു നിർത്തി അവരെ രണ്ടുപേരെയും ഒരേപോലെ വിവസ്ത്രരാക്കി ആ നഗ്നതയെ ആസ്വദിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മതമൗലികവാദികളെ കൊണ്ട് മതവെറിയന്മാരെ കൊണ്ട് നിറഞ്ഞതായിരുന്നു ബംഗ്ലാദേശ്. യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ, കർശന നടപടി സ്വീകരിക്കുവാൻ അവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറായിരുന്നില്ല. അതേ നടപടിയായിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശി ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിച്ചത് എങ്കിൽ അതിൽ നിന്ന് പാഠം പഠിക്കാത്ത മത തീവ്രവാദികളാണ് ഇന്നവിടെ ഹിന്ദു സമാജത്തെ ഇന്ന് അരുംകൊല ചെയ്യുന്നത്. 1971 38% ഹിന്ദു സഹോദരങ്ങള് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് കേവലം 8% കുറഞ്ഞു എങ്കിൽ എങ്ങനെയാണ് കുറച്ചത്? എങ്ങനെയാണ് കുറഞ്ഞത്? വിവാഹ പന്തലുകളില്, വിവാഹ മണ്ഡപങ്ങളില് അച്ഛനമ്മമാരുടെ ആശീർവാദത്തോടുകൂടി പ്രതിസുത വരന്റെ കൈകൾ കൊണ്ട് ആ മിന്നു ചാർത്തുന്നത് കാത്തിരിക്കുന്ന പെൺകുട്ടികളെ നിഷ്ഠൂരമായി ബലാത്കാരമായി ആ മണ്ഡപങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന ദുസ്ഥിതി അനുഭവിക്കേണ്ടി വന്ന ഹൈന്ദവ സമൂഹമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത്. ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, കാര്യമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീ സമൂഹത്തെ പിച്ചു ചീന്തുന്നു. ഇത് മുസ്ലിമങ്ങളുടെ, മുസ്ലിം മതവെറിയന്മാരുടെ, മുസ്ലിം മതമൗലികവാദികളുടെ, മുസ്ലിം തീവ്രവാദികളുടെ സ്ഥിരം നടപടിയായിരുന്നു എന്ന് നമുക്ക് ലോക മുസ്ലിമങ്ങളുടെ ചരിത്രം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഇത് കേരളത്തിനുള്ള ചൂണ്ടുപലകയാണ്. ഇത് ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിനുള്ള ചൂണ്ടുപലകയാണ്. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ബംഗ്ലാദേശില് നാം ആലോചിച്ച് നോക്കണം. 8% കുറഞ്ഞപ്പോ ഒന്നുകിൽ നിർബന്ധിത മതപരിവർത്തനം ഇല്ലേ, ജീവിക്കാൻ അനുവദിക്കുകയില്ല. സ്ത്രീകളാണ് അവരുടെ ലക്ഷ്യം, ക്ഷേത്രങ്ങളാണ് അവരുടെ ലക്ഷ്യം. പുരുഷന്മാരെ അരുംകൊല ചെയ്യുക, സ്ത്രീകളെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയരാക്കി അവരെ കൂടെ കൂട്ടുക, നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുക. നാം ആലോചിച്ച് നോക്കണം. പ്രതികരിക്കാനാവാത്ത ഒരു ജനസമൂഹം ഇന്ന് ബംഗ്ലാദേശ് ഇങ്ങനെ നിലനിൽക്കുന്നു എങ്കിൽ അത് ഭാരത സൈന്യം അവരുടെ ജീവരക്തം ഒഴുക്കിയതിന്റെ പരിണിത ഫലമായിട്ടാണ്. 3900 ഭാരതീയ സൈനികർ അവരുടെ ജീവൻ വെടിഞ്ഞതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് ലോകത്തിന്റെ നെറുകയിലെ ബംഗ്ലാദേശ് രൂപപ്പെടുത്തുവാൻ, രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞത്. 3900-ഓളം കർമ്മധീരരായ, ദേശസ്നേഹികളായ, രണധീരരായ ഭാരത സൈനികർ ജീവൻ കൊടുത്ത് നേടിക്കൊടുത്തത്.
അന്ന് റാവൽപിണ്ടി വരെ എവിടെ വരെ അടച്ച് നേടിയ അന്നത്തെ ഭാരത സൈന്യത്തിന്റെ പ്രവർത്തനത്തിന് അതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ പാകിസ്ഥാൻ പോലും മര്യാദയ്ക്ക് നിൽക്കുമായിരുന്നു. പക്ഷേ മുസ്ലിമായിരുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി, ഞാനിത് പറയുമ്പോ പലരും കഴിഞ്ഞ ദിവസം ജനൻ ടി വിയിൽ ഒരു ചർച്ചയില് ജവഹർലാൽ നെഹ്റു മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോ തെറി പറഞ്ഞുകൊണ്ട് ധാരാളം കമന്റുകൾ വന്നിരുന്നു. ഇത് ജവഹർലാൽ നെഹ്റു തന്നെ രേഖപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബയോഡേറ്റയില് എന്റെ കൈവശം അതിന്റെ രേഖയുണ്ട്. ഒരു രേഖയിൽ നിന്ന് ഞാൻ ഫോട്ടോ കോപ്പി എടുത്തതാണ്. എന്താണെന്നറിയോ? കാരണം അതോട് നിങ്ങളോട് പറയാം, സമയപരിമിതി പോലും വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി എന്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്. അതിൽ ഈ രേഖകളെല്ലാം ഇന്നും അവിടെ നമുക്ക് കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത്യാവശ്യക്കാർക്ക് അത് പരിശോധിക്കാം. അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് റിലിജിയൻ, നെഹ്റുവിന്റെ റിലിജിയൻ എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം കൾച്ചർ, അദ്ദേഹത്തിന്റെ സംസ്കാരം എന്താണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിസം. എങ്ങനെയാണോ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് മുസ്ലിമായി ജന്മം കൊണ്ട് ഇന്ന് കപട ഹിന്ദുക്കളായി കപട മതേതരത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ശ്രീമതി ഗാന്ധിയുടെ പിൻതലമുറക്കാർക്ക് എങ്ങനെ പറയാൻ കഴിയും ഹിന്ദുവിന്റെ സംരക്ഷകരാകാൻ സാധിക്കും? എന്തുകൊണ്ട് ഇന്നും ഭാരത സർക്കാർ ഉറങ്ങലിച്ചു നിൽക്കുന്നു? ഉഭയകക്ഷി കരാർ അനുസരിച്ച് ഭാരത വിഭജനം നടത്തിയ സമയത്ത് ഇരു രാഷ്ട്രങ്ങളും തന്നാട്ടിലെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം രേഖാപ്രദമായി അത് ഉറപ്പുവരുത്തിയിരുന്നുവെങ്കിൽ ഭാരത സർക്കാരിനോട് ഭാരതത്തിലെ ലോക സൈന്ധവ സമാജത്തെ പ്രതിനിധീകരിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നു. ഭാരത സർക്കാര് ഭാരത വിഭജന സമയത്ത് അന്നുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തില് പാകിസ്ഥാനും ബംഗ്ലാദേശും അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ അതിന് നടപടികൾ സ്വീകരിക്കണം. എന്തിനും ഏതിനും അലമുറയിട്ട് കരയുന്ന ഐക്യരാഷ്ട്രസഭ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണുന്നില്ലേ? ഈ മതന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ നടപടി ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങൾ കാണുന്നില്ലേ? ഇത് ജമ്മു കാശ്മീരില് 10 വർഷത്തിന് 12 വർഷത്തിന് മുമ്പ് ഒരാപ്പിള് കൂടുതലായിട്ടൊന്ന് വീണുപോയെങ്കിൽ ഐക്യരാഷ്ട്രസഭ അതിൽ കമന്റ് ചെയ്യുമായിരുന്നു. ഇവിടെ കോടിക്കണക്കിന് ഹൈന്ദവ സമൂഹം പിച്ചി ചീന്തി നശിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിനെതിരെ ഇതുവരെയായി ഒരക്ഷരം ഉരിയാടുവാൻ ഐക്യരാഷ്ട്രസഭ തയ്യാറായിട്ടില്ല. ഭാരത സർക്കാർ അടിയന്തരമായി ആ ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങളുടെ മുൻപാകെ തങ്ങളുടെ പ്രമേയം വെച്ചുകൊണ്ട് ഈ കൊടും ക്രൂരതയ്ക്കെതിരെ, ഈ ഹിന്ദു വംശഹത്യക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നതിന് ഭാരതത്തോടൊപ്പം നിൽക്കുന്ന അംഗരാജ്യങ്ങളുടെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടേ മതിയാവുകയുള്ളൂ. അതേപോലെ തന്നെ കേരള സർക്കാർ മറ്റൊരു കാര്യം കൂടെ, ഈ കേരളത്തില് നമ്മൾ ആലോചിച്ച് നോക്കണം. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് ലോകാരാധ്യനായ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തില് ആ സർക്കാർ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് നിയമമാക്കുന്ന സാഹചര്യത്തില് അർദ്ധരാത്രിയില് കേരളത്തില് എറണാകുളത്ത് മറൈൻ ഡ്രൈവ് മൈതാനിയിലേക്ക് മുസ്ലിമങ്ങളുടെ ഒരു വലിയ ജാഥ നടത്തി. എപ്പോഴായിരുന്നു അറിയാമോ? അർദ്ധരാത്രി 12:30 മണിക്ക്. കേരളത്തിലെ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 5897 മുസ്ലിമങ്ങള് ആ പ്രകടനത്തിൽ പങ്കെടുത്തു. അർദ്ധരാത്രിയില്. നാം ആലോചിച്ച് നോക്കണം. ഇതില് പാകിസ്ഥാനി നുഴഞ്ഞുകയറ്റക്കാരില്ലേ? ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരില്ലേ? എന്നെ ശ്രവിക്കുന്ന ഈ നാട്ടിലെ ഹിന്ദു സമൂഹമേ, നാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ന് നമ്മോട് പറഞ്ഞു 2022 കേരളത്തില്
അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും നമ്മളോട് പറഞ്ഞു, അരിയും മലരും അവലും മലരും പൂവും ദർഭയൊക്കെ കരുതി വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചോടാ സൂക്ഷിച്ചോടാ, ഒന്നുകൂടി പറഞ്ഞേക്കാം, കുന്തിരിക്കവും വെച്ചേക്കാവെന്നൊക്കെ പറഞ്ഞു. എങ്കില് എന്ത് നടപടി സ്വീകരിച്ചു? അതേ മുസ്ലിമുകള് ഇന്നും തിമിർത്താടുകയാണ് കേരളത്തിന്റെ മണ്ണിൽ. അവന് എല്ലാം കൊടുക്കാൻ തയ്യാറാവുന്നു. ഒരുപക്ഷെ ഭാരതത്തിലെ ഹിന്ദുക്കള് പാകിസ്ഥാനിലെ ഹിന്ദുവിന്റെ അവസ്ഥ പോലും ഇല്ലാതെ നട്ടം തിരിയുന്ന സാഹചര്യം ഉണ്ടാവും. പാകിസ്ഥാനിലെ ഹിന്ദു, അവിടുത്തെ അമ്മമാര്, അവിടുത്തെ സഹോദരിമാര്, അവിടുത്തെ പുരുഷന്മാരുടെ ഭാര്യമാര്, അവരുടെ പിഞ്ചു പെൺമക്കൾ, അവരെ തങ്ങളുടെ സഹോദരങ്ങളോട്, തങ്ങളുടെ അച്ഛനോട്, മുത്തച്ഛനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ആത്മാഭിമാനം രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളെ വെട്ടിക്കൊല്ലണം. ഈ മുസ്ലിം കാപാലികളുടെ കൈകളിലേക്ക് ഞങ്ങളെ എറിഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ ഞങ്ങളെ കൊല്ലുക, ഞങ്ങൾക്ക് വീരസ്വർഗം കിട്ടും. എന്നിട്ട് നിങ്ങൾ ഭാരതത്തിന്റെ മണ്ണിലേക്ക് പോവുക. നിങ്ങൾ ഭാരതത്തിന്റെ മണ്ണിലേക്ക് പോവുക. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പോരാടണം. ഈ രാഷ്ട്രത്തില് എന്ന് മാത്രമല്ല, ലോക രാഷ്ട്രങ്ങളിൽ ഒരിടത്തും ഹിന്ദു നിഷേധിക്കപ്പെടരുത്. ഹിന്ദുവിന് അവന്റെ മാനാഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവന് ജീവിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. ഭാരതത്തിൽ, വിശിഷ്യ കേരളത്തിൽ, ഇവിടുത്തെ ഹിന്ദുവിന് നായരായിക്കൊള്ളട്ടെ, ഈഴവനായിക്കൊള്ളട്ടെ, നമ്പൂതിരി ആയിക്കൊള്ളട്ടെ, നായാടി ആയിക്കോട്ടെ, പറയനാവട്ടെ, പുലയനാവട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഹിന്ദുവാണോ അവൻ എവിടേക്ക് പോവും? ആത്മാഭിമാനത്തിന് വേണ്ടി അവന്റെ ഭാര്യയെ, അവന്റെ അമ്മയെ, അവന്റെ മുത്തശ്ശിയെ, അവന്റെ പിഞ്ചു പെൺകുഞ്ഞുങ്ങളെ വകവരുത്തിയിട്ട് അവൻ എങ്ങോട്ട് പോവും? അവിടെ തന്നെ കിടന്നൊടുങ്ങുകയല്ലാതെ മറ്റൊരു രാജ്യവുമില്ല. 128 ക്രൈസ്തവ രാജ്യങ്ങളും നമ്മെ സ്വീകരിക്കുകയില്ല. 53 മുസ്ലിം രാജ്യങ്ങളും ഒരൊറ്റ ഹിന്ദുവിനെയും സ്വീകരിക്കുകയില്ല. നേപ്പാൾ ഹിന്ദു രാഷ്ട്രമെന്ന് പറഞ്ഞാൽ അവിടേക്ക് നമുക്ക് പ്രവേശനം നിഷേധിക്കപ്പെടും. കാരണം അവിടെ കമ്മ്യൂണിസത്തിന്റെ അതിപ്രസരമാണ്. അവിടെയും ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പിടിമുറുക്കിക്കൊണ്ട് അവിടെയും ഹിന്ദു സുരക്ഷിതമല്ല എന്നതാണ് ചരിത്രപരമായ നഗ്നസത്യം. ഇത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ലോക ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയിട്ട്, അവിടെ എന്തിനു വേണ്ടി സർവസംഘ പരിത്യാഗികളായി സന്യാസ ശ്രേഷ്ഠന്മാര് നാം ആലോചിച്ച് നോക്കണം. ഈ നന്ദികെട്ടവന്മാർക്ക്, ഈ നെറികെട്ടവന്മാർക്ക് കോവിഡ് കാലഘട്ടത്തിലടക്കം ബംഗ്ലാദേശ് അരക്ഷിതമായ കാലാവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴൊക്കെ ഇവനൊക്കെ വെച്ചു വിളമ്പിക്കൊടുത്ത ആ ചിന്മയദാസ് കൃഷ്ണജി എന്ന ആ സന്യാസി ശ്രേഷ്ഠന്, അദ്ദേഹത്തെയാണ് ഇന്ന് എന്ത് ചെയ്തതിന്റെ പേരിലാണ്? ഈ അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, അക്രമത്തിനെതിരെ, അവിടുത്തെ ഹിന്ദുവിനെ മാത്രമല്ല മുഴുവൻ മതന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുധൈവ കുടുംബകം. കേരളത്തിലെ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? അവിടെ രാജശേഖര ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയാമോ? അവിടെ ഈ കലാപത്തിൽ ആകെ മരണപ്പെട്ടത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മാത്രമാണെന്നാണ്. സുഹൃത്തുക്കളെ, സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്നറിയാമോ? ആ മുസ്ലിം യുവാവ് ഈ ചിന്മയദാസ് സ്വാമിജിയുടെ എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ ആശ്രിതനാണ്, അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നു, അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ സന്യാസി ശ്രേഷ്ഠനെ ഇന്ന് കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നത്. ലോക ഹൈന്ദവ സമൂഹം ആ ചിന്മയദാസ് സ്വാമിജിയുടെ മോചനത്തിന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങണം. മുഴുവൻ സമൂഹവും, ബംഗ്ലാദേശ് അല്ലെ പാകിസ്ഥാൻ, ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നും തന്നെ എന്താണ്, ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം, ഇല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം. ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി, നായരെന്നോ നമ്പൂതിരി എന്നോ നായാടി എന്നോ വ്യത്യാസമില്ലാതെ ഹിന്ദുവെന്ന ബോധം നമ്മെ ബന്ധുവാക്കുന്നു. ആ ബന്ധുത്വം രക്തബന്ധത്തെക്കാൾ ഉപരിയായ സാഹോദര്യ ബന്ധമാണ് ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നത് എങ്കിൽ നമുക്കൊറ്റക്കെട്ടായി പോരാടിക്കൊണ്ട് ഈ അനീതിയെ, അക്രമത്തെ അടരാടി പരാജയപ്പെടുത്തുവാൻ കഴിയണം. അതിനുവേണ്ടി ഭാരത സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കണം, സർവേശ്വരനോട് പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? നമ്മളിടയ്ക്കൊക്കെ മാധ്യമങ്ങളിൽ കാണാറുള്ള അജ്ഞാതന് സർവേശ്വര ആയുസ്സും ആരോഗ്യവും നൽകണേ. ആ അജ്ഞാതനെ എത്രയും പെട്ടെന്ന്
അങ്ങ് ബംഗ്ലാദേശിലേക്ക് അയക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെ ഈ കോൺഗ്രസിന്റെ, ഈ കമ്മ്യൂണിസ്റ്റിന്റെ കപട മതേതരത്വം, അതേപോലെ തന്നെ ഇവിടുത്തെ മതേതരത്വത്തിന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം, നിർത്തിയേക്കാം. എന്താണെന്നറിയാമോ? പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിലെ അക്ഷരം പ്രതി പോസ്റ്റ് ഓഫീസ് പിൻകോഡ് അടക്കം പറയുകയാണ്. ചെങ്ങറ മഹാദേവർ ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന ഒരു മുസ്ലിം കുടുംബം. ചെങ്ങറ മഹാദേവർ ക്ഷേത്രം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണ്. അതിന് മുൻവശത്ത് ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടുത്തെ തന്ത്രി മുഖ്യന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ മനോജ് ശർമ്മ അവറുകളാണ്. അദ്ദേഹമാണ് അവിടെ, അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഒരു മുസ്ലിം കുടുംബത്തിലെ 3 ചെറുപ്പക്കാരെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകണം, മാലയിടാൻ സ്വാമിജി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. പൂജിച്ച മാല അവർ കഴുത്തിൽ ധരിച്ചു. മുദ്ര ധരിച്ച മുസ്ലിം വ്രതധാരികളായിട്ട് 41 ദിവസം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോകുവാൻ ആ ഹനുമാൻ സ്വാമിയുടെ തിരുനടയില് അവർ കെട്ടുമുറുക്കി ശരണം വിളിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോയി എന്ന കാരണത്തിന്റെ പേരില് ആ മുസ്ലിം കുടുംബത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. ആ കാരണം കാണിക്കൽ നോട്ടീസിൽ അവർ മറുപടി കൊടുത്തു. ഞാൻ വെറുതെ പറയുന്നില്ല, എൻ്റെ മൊബൈലിൽ അതിന്റെ എല്ലാ രേഖകളും എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. ആ മറുപടി തൃപ്തരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്ങറ ജമായത്ത് ഈ മുസ്ലിം കുടുംബത്തെ ഊരുവലക്ക് കൽപ്പിച്ചുകൊണ്ട് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. മതേതരത്വമാണിത്. എരുമേലിയിലും മതേതരത്വന്റെ പാഠം പറഞ്ഞുകൊണ്ട് നൈനാര് പള്ളിയിലേക്ക് വാടോ 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 എന്ന് വിളിച്ചു കയറ്റിക്കൊണ്ട് അയ്യപ്പന്മാരെ അവിടെ വായിച്ചു കേൾപ്പിക്കും. ഇസ്ലാം അല്ലാതെ മറ്റൊരു ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന്. പക്ഷേ പരമ പമ്പര വിഡ്ഢികളായ നമ്മുടെ ഹിന്ദുക്കളിലെ ഒരു വിഭാഗം സ്വാമിയേ ശരണമയ്യപ്പ, വാവര് സ്വാമിയേ ശരണമയ്യപ്പ എന്നാണ് വാവരെന്ന് പറയുന്ന സമ്പ്രദായം മതപരിവർത്തനം നടത്തി ഹിന്ദു ആയതെന്ന് നമുക്കറിയില്ല. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, ഞാൻ അവിടെ കടക്കുന്നില്ല. പക്ഷേ അവിടെ കോടികൾ കൊണ്ടുപോയി ചാക്കിനകത്ത് വാരിക്കൊണ്ടുപോയി തിന്നുന്നവൻ ഹിന്ദുത്വത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്ന നടപടികളാണ്. ഞാൻ പറയാൻ തുടങ്ങിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം പറയുവാൻ കഴിയും. അപ്പൊ നാം ആലോചിച്ച് നോക്കേണ്ടത്, ഈ കമ്മ്യൂണിസ്റ്റുകാരൻ, ഈ കോൺഗ്രസ്സുകാരൻ അവൻ നിമിത്തം ഭാരതാംബയെ വെട്ടിമുറിച്ചു എങ്കിലേ ഇന്ന് ചിന്മയാദാസ് സ്വാമിജിയെ അറസ്റ്റ് ചെയ്തപ്പോ മറ്റൊരു കാര്യം കൂടി, ഇന്നത്തെ ബംഗ്ലാദേശ് ഭരണകൂടം താൽക്കാലിക ഭരണകൂടമാണെങ്കിൽ പോലും കാവൽ മന്ത്രിസഭയാണെങ്കിലും അവർ ചെയ്തു. എന്താണെന്നറിയാമോ? അന്താരാഷ്ട്രീയ മതവെറിയനായ മതഭീകരനെ തുറന്നു വിട്ടു. ചിന്മയാദാസ് സ്വാമിജിയെ തുറുങ്കിലടയ്ക്കുമ്പോ അതേ സമയം തന്നെ അന്തർദേശീയ തലത്തിൽ അന്താരാഷ്ട്രീയ കൊടും ഭീകരനെ തുറന്നു വിട്ടു. അവൻ ആദ്യമായി പുറത്തേക്ക്, ജയിലിന് പുറത്ത് വന്നപ്പോ അവൻ ആശ്ലേഷിക്കാൻ ആഗ്രഹിച്ചത് മമതാ ബാനർജിയെയാണ്. ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയോട് അവർ അപേക്ഷിച്ചു, ബഹൻ അങ്ങ് വരിക, സഹോദരി നിങ്ങൾ വരിക, നമുക്ക് ബംഗ്ലാദേശും ബംഗാൾ സംസ്ഥാനവും കൂടി ചേർന്ന് നമുക്കൊരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഭരണം നടത്താം. ഇതിന്റെ പിന്നിലെ പ്രവർത്തനം കട്ടിംഗ് ഓഫ് ദി സൗത്ത്, ഇവിടേക്ക് അന്യായമായി അനധികൃതമായി വന്നിട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഇവിടെ നിന്ന് തൂത്തെറിയുവാൻ, ഇവിടുന്ന് ബംഗ്ലാദേശിലേക്ക്, പാകിസ്ഥാനിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക്, മാലിദ്വീപ് സമൂഹത്തിലേക്ക് തിരിച്ചുവിടാൻ കേരള സർക്കാർ തയ്യാറാവണം, ഭാരത സർക്കാർ തയ്യാറാവണം. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, കാവാജി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കേൾക്കുന്നില്ല. ഭാരത വിഭജനത്തിന് അഭിപ്രായ സർവേ നടത്തിയപ്പോ 100% മുസ്ലിമങ്ങളും ഭാരത വിഭജനത്തിന് അനുകൂലമായിരുന്നു. പക്ഷേ ഭാരതാംബയെ വെട്ടിമുറിച്ചപ്പോ 80% മുസ്ലിമങ്ങൾ പോയി, 20% മുസ്ലിമങ്ങൾ ഇവിടെ തന്നെ നിലകൊണ്ടു. ഭാരത വിഭജനം കഴിഞ്ഞ് 6 മാസം തികയുന്നതിന് മുമ്പ്
ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വീണ്ടും മദ്രാസിൽ ഇന്നത്തെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത് വീണ്ടും ഭാരതത്തെ നാശോന്മുഖമാക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു എന്ന ചരിത്ര സത്യം മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ ഹിന്ദുക്കളായ കോൺഗ്രസുകാർ, ഇവിടുത്തെ ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ, ഇവിടുത്തെ ഹിന്ദുക്കളായ ജനതാദളുകാരനും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സന്യാസി സമൂഹത്തിന് നേരെ തിരിഞ്ഞാൽ എന്തുകൊണ്ട് തിരിഞ്ഞു? ആരാണോ നേതൃത്വം കൊടുക്കുന്നത്, ഹിന്ദു നേതൃത്വം ഏറ്റെടുക്കുന്നത് ആരാണോ, ചിന്മയദാസ് സ്വാമിജി ബംഗ്ലാദേശിലെ ഹിന്ദു സമാജത്തിന്റെ സംരക്ഷകനായി രംഗത്ത് വന്നുകൊണ്ട് അതിനെ നയിക്കാൻ തയ്യാറായപ്പോ അദ്ദേഹം രാജ്യദ്രോഹിയാണ് എന്ന് മുദ്രകുത്തി. നാം ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ ദേശീയ പതാകയല്ല അവര് കയ്യിലെത്തിയത്, അവർ ഇന്ത്യയുടെ ദേശീയ പതാകയല്ല കയ്യിലേന്തിയത്, മറിച്ച് ബംഗ്ലാദേശിന്റെ ദേശീയ പതാക ഏറ്റിക്കൊണ്ടാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം തേടിക്കൊണ്ട് അവിടെ സമരം നയിച്ചത്. ആ സമരത്തെയാണ് അതിനിഷ്ഠൂരമായി പിഞ്ചു കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, വന്ധ്യവയോധികരായ അമ്മമാരെ യാതൊരു ദാർക്ഷിണ്യവും ഇല്ലാതെ, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അവരെ അടിച്ചമർത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച അതിദാരുണമായ ഈ ക്രൂരമായ കൃത്യങ്ങളെ അപലപിക്കുന്നതോടൊപ്പം തന്നെ ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഇത്തരം സംഭവ വികാസങ്ങള് ബംഗ്ലാദേശിൽ എന്നല്ല, ഒരു ദിക്കിലും ഒരു രാഷ്ട്രത്തിലും ലോക ഹൈന്ദവ ജനതയ്ക്ക് അനുഭവിക്കേണ്ടി വരരുത്. അതിന് പാഠങ്ങളുണ്ട്. സിംഗപ്പൂരിലും മലേഷ്യയിലും അവിടുത്തെ കുടിയേറ്റക്കാരായ ഭാരതീയരായ ഹിന്ദുക്കൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾക്കും വേദനകൾക്കും ശാശ്വതമായ പരിഹാരം കാണുവാൻ അന്ന് എന്ത് നടപടികളാണോ സ്വീകരിച്ചത്, അതേ നടപടികൾ ഭാരത സർക്കാർ സ്വീകരിക്കണം. ഭാരതത്തിലെ ഹൈന്ദവ ജനതയോടൊപ്പം, ഭാരതത്തിലെ ഹൈന്ദവ സംഘടനകളോടൊപ്പം അവരുടെ അഭിപ്രായം കൂടെ തേടിക്കൊണ്ട് ഈ ദാരുണമായ സംഭവങ്ങൾക്ക് അറുതി വരുത്തുവാൻ ലോക മനസാക്ഷി ഉണരുന്നതിന് വേണ്ടിയിട്ട് തുടർന്നുള്ള പ്രവർത്തനം കേവലം ഒരു റാലിയും ഒരു പ്രതിഷേധ റാലിയും ഒരു പൊതുയോഗവും മാത്രമല്ല, മുഴുവൻ ഹൈന്ദവ സമൂഹത്തെയും ബോധവൽക്കരിച്ച് സർക്കാരിന്റെ കണ്ണുറപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷമായ സമര പരിപാടികളിലൂടെ ഇതിന് ശാശ്വതമായ പരിഹാരം കാണാതെ ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിന് ഉറക്കമില്ല, വിശ്രമമില്ല. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഉറക്കമില്ല, വിശ്രമമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നമ്മൾ എല്ലാവരും തന്നെ തയ്യാറാക്കണം. ആ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ലോക ഹൈന്ദവ സമൂഹത്തിന്റെ സംരക്ഷണം ഭാരതത്തിലെ ഹിന്ദു സമൂഹം ഏറ്റെടുത്തുകൊണ്ട് അതിന് വേണ്ടതായ കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പിലാക്കുവാൻ ജഗദീശ്വരനായ സർവേശ്വരനായ ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമര പരിപാടികൾക്ക്, ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിന് സകലവിധമായ ആശംസകളും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ തൽക്കാലം നിർത്തട്ടെ. നിങ്ങൾക്ക് ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വളരെ നന്ദി സർ. പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തുന്നതിനായി ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ MP വിശ്വനാഥൻ നായർ വിശ്വൻചേട്ടനെ ക്ഷണിക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന സർവ ആദരണീയരായിട്ടുള്ള ഗുരുക്കന്മാരെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വംശഹത്യ അല്ലെങ്കിൽ ഭാരതത്തിന് എതിരെയുള്ള ഈ പീഡന കാര്യങ്ങളൊക്കെ നല്ലൊരു വാങ്മയ ചിത്രമായിട്ട് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ ഇവിടെ നമുക്ക് വിശദീകരിച്ചു തന്നു. ശ്രദ്ധിച്ചവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ സംഭവിച്ചു വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും
ഒരു നാൾവഴി പോലെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിലാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഈ നന്ദിയില്ലായ്മ. ഞാനും നിങ്ങളും നമ്മളൊക്കെ 1971 മുജീബ് റഹ്മാൻ സിന്ദാബാദ്, ബംഗ്ലാദേശ് സിന്ദാബാദ് എന്ന് വരെ നമ്മളുടെ ഈ ഭാരത മണ്ണിൽ കൂടി വിളിച്ചു നടന്നിട്ടുള്ള, ഞാനന്ന് സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അന്നത്തെ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ആ രാഷ്ട്രത്തിനും വേണ്ടി പോലും നമ്മൾ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ നന്ദിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ ബോധ്യം വന്നിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു പക്ഷേ നമ്മളാരും ഇഷ്ടപ്പെടാത്ത അരുതാത്ത എന്തെങ്കിലും പ്രതിരോധ നടപടികൾ പോലും നമ്മുടെ സർക്കാരിന് എടുക്കേണ്ടി വന്നാൽ അതിനെ പോലും നേരിടാൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ ഉള്ളത്. ഈ പ്രഭാഷണങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമുക്കൊക്കെ ഒരു പാഠമായിട്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹൈന്ദവർ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടുകൾ, മാനസിക സംഘർഷങ്ങൾ, പീഡനങ്ങൾ, ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്കും ഒരു പാഠമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ഇവിടെ കിട്ടിയിട്ടുള്ള ഉത്ബോധനങ്ങൾ അനുസരിച്ച് ക്രമീകരിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരും മാനസികമായിട്ട് തയ്യാറെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മാർഗദർശക് മണ്ഡൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ ജിയാണ്. സ്വാമിജിക്ക് ഈ സമിതിയുടെ പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ യോഗം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി പ്രജ്ഞാനന്ദാനന്ദ തീർത്ഥപാദ സ്വാമികളാണ്. നമ്മുടെ ഏത് പരിപാടിക്കും നിറഞ്ഞ മനസ്സോടെ വന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന സ്വാമിജിക്ക് ഈ സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് ഈ കോട്ടയത്തിൻ്റെ കാഫ സുരേന്ദ്രജിയാണ്. സുരേന്ദ്രൻ ചേട്ടൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു വാങ്മയ ചിത്രം വരച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള വഴി സുഗമമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ അനുഭവിക്കുന്ന രീതിക്കുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മളെയും ഏത് സമയവും പിന്തുടർന്നു കൂടുന്നില്ല. കുരുക്ഷേത്ര പ്രകാശൻ്റെ MD ആയിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകൂടിയായിട്ടുള്ള ആദരണീയ കാഫ സുരേന്ദ്രജിക്ക് ഈ സമിതിയുടെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിച്ചത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ VR രാജശേഖരൻ സാറാണ്. അദ്ദേഹവും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉദാഹരണ സഹിതം കാര്യങ്ങൾ വ്യക്തമാക്കി തന്നു. അദ്ദേഹത്തിനും ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. യോഗത്തിൽ സ്വാഗതം പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ES ബിജു അവകളാണ്. ബിജു ചേട്ടനും ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാക്കിയ, അതിൽ എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളത് നമ്മളുടെ സ്വാമി അയ്യപ്പദാസ് ജി മാത്രമാണ്. ബാക്കി പരിചയമുള്ളവരും അടുത്ത് പരിചയമില്ലാത്തവരുമായിട്ടുള്ള എല്ലാ ആദരണീയ സ്വാമിമാർക്കും ഈ സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ സദസ്സിൽ നമ്മുടെ പരിവാർ പ്രസ്ഥാനങ്ങളുടെ സംസ്ഥാന ചുമതല നമ്മളെ ഹിന്ദു ഐക്യവേദി മഹിളാ വിഭാഗത്തിൻ്റെ ബിന്ദു ചേച്ചി സഹിതം, ബാലഗോകുലത്തിൻ്റെ സഹിച്ചേട്ടൻ സഹിതം സംസ്ഥാന പ്രവർത്തകർ, ജില്ലാതല പ്രവർത്തകർ, അങ്ങനെ ഈ
ധാരാളം മുതിർന്ന പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിലുപരിയായി ശ്രോതാക്കളായിട്ട് ഈ കോട്ടയം മഹാനഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളതും കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളതുമായ നമ്മുടെ സജീവ പ്രവർത്തകർ ഇവിടെ ധാരാളം പേർ എത്തിയിട്ടുണ്ട്. ആ പ്രവർത്തകർക്ക് ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വളരെ നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും ഒരുങ്ങി തന്നിട്ടുള്ള സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഉടമസ്ഥർക്ക്, അതിൻ്റെ ഓപ്പറേറ്റർക്ക് ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഈശ്വരൻ നമ്മോട് പൂർണ്ണമായും സഹകരിച്ചു എന്നുള്ളതിന് തെളിവാണ്. നമ്മളുടെ ഈ പ്രോഗ്രാം ആരംഭിച്ച സമയം മുതൽ ഇതുവരെ ഈ ഒരു കുറച്ചുപോലും മഴ പെയ്യാതെ നല്ല സുന്ദരമായിട്ടുള്ള കാലാവസ്ഥ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു കാര്യം ധരിക്കുക, ഈ സൽക്കർമ്മത്തിന് ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളുമുണ്ട്. നമ്മളാരും ഒരു കാരണവശാലും പേടിച്ച് പിന്നോട്ട് പോവേണ്ടതില്ല. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാണിക്യ വീണ ഉപലാളയന്തിം മദാലസാം മഞ്ജുള വാഗ്വിലാസം മാഹേന്ദ്രു നീലദ്യുതി കോമളാംഗി മാതംഗ കന്യാ മനസസ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതേ കുങ്കുമരാഗശോണേ പുണ്ട്രേഷു പാശാങ്കുശപുഷ്പബാണ ഹസ്തേ നമസ്തേ ജഗദേകമാതാ. സ്വാഗതം കെ മുരളീധരൻ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുക്കൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുന്നു. ഈ പരിപാടിയുടെ ആമുഖ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ES ബിജു അവറുകളാണ്. അതിനകത്തില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് സ്വാമി സംപൂജ്യ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ, തീർത്ഥാദാശ്രമം വാടൂർ മഠാധിപതി. ആമുഖ പ്രഭാഷണം ശ്രീ ES ബിജു അവർകൾ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ്. അധ്യക്ഷൻ സംപൂജ്യ സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി, മാർഗദർശക മണ്ഡലം സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നു. ഈ ES ബിജു ചേട്ടനെ വളരെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധ്യക്ഷൻ ശ്രീ സംപൂജ്യ സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമിജിയാണ്. അദ്ദേഹത്തെയും വളരെ
സൽസ്വരൂപാനന്ദ സരസ്വതി സ്വാമിജി അവർകളെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ കാഭ സുരേന്ദ്രൻ അവർകളാണ്. അദ്ദേഹം കുരുക്ഷേത്ര പബ്ലിക്കേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തേക്കും ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസ അർപ്പിക്കുന്നത് ശ്രീ വി ആർ രാജശേഖരൻജി. അദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ സംപൂജ്യ സ്വാമി അയ്യപ്പദാസ് തത്വമസി ആശ്രമം തൊടുപുഴ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗി സ്വാമിജി സംപൂജ്യ സ്വാമി യോഗി ഭക്താനന്ദ സരസ്വതി ഓം ശാന്തി ആശ്രമം മഠാധിപതി ആലപ്പുഴ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംപൂജ്യ സ്വാമി രാമകൃഷ്ണാനന്ദപുരി ശ്രീരാമകൃഷ്ണാശ്രമം ബ്ലാക്കാട്ടൂർ, ശങ്കര സത്യാനന്ദ സരസ്വതി ശ്രീരാമകൃഷ്ണാശ്രമം ബ്ലാക്കാട്ടൂർ എന്നിവരെയും ഈ വേദിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ പരിപാടിയുടെ കൃതജ്ഞത അർപ്പിക്കുന്നത് ശ്രീ വിശ്വനാഥനാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പരിവാർ സംഘടനകളെയും നല്ലവരായ എല്ലാ പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആമുഖ ഭാഷണത്തിനായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ശ്രീ ES ബിജു ചേട്ടനെ ക്ഷണിക്കുന്നു. ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സംപൂജ്യ സ്വാമിജി തപാദങ്ങൾ, ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കാഭ സുരേന്ദർജി, സംപൂജ്യ സ്വാമിജിമാർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സംഘടനാ നേതാക്കൾ, ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ദേശസ്നേഹികളായ സഹോദരങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയാണ് ഭാരതമാസകലം പ്രതിഷേധം അലയടിക്കുന്നത്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മതഭീകരവാദ ശക്തികൾ ബംഗ്ലാദേശിൻ്റെ ഭരണം കൈയാളിയ ആഗസ്റ്റ് 5 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് കലാപം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അരങ്ങേറുകയാണ്. രാഷ്ട്രീയമായ ഭരണമാറ്റത്തിനു വേണ്ടി ഒരട്ടിമറി നടത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിച്ച് ഭരണം കൈയാളുന്ന ഭരണാധികാരികൾ വൈദേശിക ശക്തികളുടെ സഹായത്തോടെയും ഇസ്ലാമിക മതഭീകരവാദ ശക്തികളുടെ സഹായത്തോടെയും ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെയാണ് ബംഗ്ലാദേശ് ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമ്മേളനത്തിന് ദേശീയ സംഘടനകൾ നേതൃത്വം കൊടുക്കുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹങ്ങളായ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖ് സമൂഹം, ജൈന സമൂഹം, ഇവർക്കെല്ലാം എതിരെ ഏകപക്ഷീയമായ ആക്രമണം നടക്കുകയാണ്. ഇതിനെ ഒരു കലാപം എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. മറിച്ച് ഏകപക്ഷീയമായ ആക്രമണമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത്. 91% വരുന്ന ഇസ്ലാമിക സമൂഹം മതഭീകരവാദികൾ അവരെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ
മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ സ്വാതന്ത്ര്യാനന്തര ബംഗാളിലും അതുപോലെ പാകിസ്ഥാനിലുമെല്ലാം കുറഞ്ഞു വരുന്നു എന്ന സത്യം നാം മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ്. ഭാരതത്തിൽ ഗണ്യമായ തോതിൽ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന സമൂഹങ്ങൾ അവർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 22% ഹൈന്ദവ സമൂഹം, ഹിന്ദു മതവിശ്വാസികൾ ഇന്ന് 7.9% എത്തി നിൽക്കുന്നു. ക്രൈസ്തവ സമൂഹം 1%-അപ്പുറത്താണ് അവരുടെ ജനസംഖ്യ. 1-ൽ താഴെ ജനസംഖ്യയുമായി മറ്റ് ഇതര മതസമൂഹവും നിലകൊള്ളുന്നു. മൃഗീയമായ ഭൂരിപക്ഷത്തോടെ 76% ഉണ്ടായിരുന്ന അവിടുത്തെ ഇസ്ലാമിക സമൂഹം 92% എത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം അതറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. ബംഗ്ലാദേശിന്റെ മോചനം ഉയർത്തിപ്പിടിച്ച, ബംഗ്ലാദേശിന്റെ രാഷ്ട്രപതി എന്ന് അവരെല്ലാവരും ഉദ്ഘോഷിച്ച മുജീബ് റഹ്മാൻ അടക്കമുള്ള ആളുകളുടെ പ്രതിമകൾ ഇന്ന് ബംഗ്ലാദേശിൽ തകർക്കപ്പെട്ടു. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമെഴുതിയ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു. നിരവധിയായ ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ, ന്യൂനപക്ഷ സമൂഹങ്ങളുടെ സ്ഥാപനങ്ങൾ ഇതെല്ലാം തകർക്കപ്പെടുകയാണ്. ഇസ്ലാമിക മതഭീകരവാദ ശക്തികളുടെ കെടുതികളിൽപ്പെട്ട് സ്ത്രീത്വം ഞെരിഞ്ഞമരുന്നു. ഹിന്ദുക്കൾ, മറ്റ് ന്യൂനപക്ഷ സമൂഹങ്ങൾ കൊന്നൊടുക്കപ്പെടുകയാണ്. ഇതിനെല്ലാമെതിരെ ശക്തമായ ഒരു പ്രതിഷേധവുമായി അവിടുത്തെ മതഭീകരവാദ ശക്തികൾക്ക് അനുകൂലമായി നിലകൊള്ളുന്ന നിയമജ്ഞർ നീതിക്ക് വേണ്ടി ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് ജാമ്യം നൽകാതെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ജയിലിൽ. ഈ വംശഹത്യക്കും നീതി നിഷേധത്തിനുമെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി ദേശീയ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ ഭാരതത്തിലും മറ്റ് രാഷ്ട്രങ്ങളിലുമെല്ലാം രംഗത്ത് വരുന്നു? ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം വരുന്ന സമൂഹങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണ്. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ അമേരിക്ക എന്ന വലിയ രാഷ്ട്രമുണ്ട്. ജൂതന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇസ്രയേലുണ്ട്. മുസ്ലിമിന് വേണ്ടി സംസാരിക്കാൻ മതേതര മുഖംമൂടി അണിഞ്ഞ നിരവധി സംഘടനകളുണ്ട് രാജ്യത്ത്. വിമോചന പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ അവരെല്ലാവരും അവതരിക്കുന്നു. ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായ ഇസ്കോൺ പോലെയുള്ള ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ, അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ, അവരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കാൻ മുന്നിൽ വരുന്ന ന്യൂനപക്ഷ സമൂഹത്തിന് ആത്മവിശ്വാസം കൊടുക്കുന്ന സന്യാസിമാരൻ വര്യന്മാരെ ജയിലിലടയ്ക്കാൻ തയ്യാറാകുന്നു ഭരണകൂടം. ഷെയ്ഖ് ഹസീന ജീവൻ പണയം വെച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഭാരതത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന എന്തുകൊണ്ടാണ്? സ്വന്തം ജീവന് പോലും ഭീഷണിയായി മാറുന്ന ഒരു പ്രസ്താവന എഴുതാൻ കഴിയുന്ന സമയം മാത്രം കൊടുത്തുകൊണ്ട് ഈ നാട് വിട്ടുപോകാൻ ആജ്ഞാപിച്ചു മതഭീകരവാദ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യക്കെതിരെ എല്ലാ കാലത്തും വിധ്വംസക വിഘടനവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവിധ സഹായം ചെയ്യുന്ന ജോർജ് സൊറാബ് പോലെയുള്ള ആളുകൾ അവിടെ പണമൊഴുക്കുകയാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് ആ നാട് വിട്ട് ഭാരതത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു.
എന്താണ് കാരണം? കാരണം ഭാരതത്തിന്റെ ഭരണാധികാരിയുമായി നല്ലൊരു സൗഹൃദം പുലർത്തുന്നു. ബംഗ്ലാദേശിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആത്മവിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കളെയും കൊച്ചുമക്കളെയും അടക്കം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുന്നു. ആ നാട്ടിലെ മുഴുവൻ ജനസമൂഹത്തെ ഒന്നാകെ കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രമെന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഷെയ്ഖ് ഹസീന ചെയ്ത തെറ്റ്. ഷെയ്ഖ് ഹസീനയുടെ കുടുംബാംഗങ്ങളെ, മുജീബ് റഹ്മാൻ അടക്കമുള്ള ആളുകളെ കൂട്ടക്കൊല ചെയ്തു. ആ കുടുംബത്തിലെ 2 പേര് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, 2 സ്ത്രീകൾ. വിദേശത്ത് ആയിരുന്നതുകൊണ്ട് മാത്രമാണ് ഷെയ്ഖ് ഹസീന അന്ന് രക്ഷപ്പെട്ടത്. ഞാൻ ആ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയാണ്. അത് ഭാരതത്തിന് നൽകുന്ന ഒരു പാഠമുണ്ട്. സാർക്ക് രാഷ്ട്രങ്ങളിലെല്ലാം ഇസ്ലാമിക മതഭീകരവാദ പ്രസ്ഥാനങ്ങളും അമേരിക്കയും പാകിസ്ഥാനുമെല്ലാം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഭാരത വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ അവസരം കിട്ടിയാൽ ഭാരതത്തെ തന്നെ കടന്നാക്രമിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇത് ഭാരത വിരുദ്ധ പോരാട്ടമാണ്. ഭാരതത്തോടൊപ്പം നിൽക്കുന്നതാര്? ഭാരതത്തിന് അനുകൂലമായി ചിന്തിക്കുന്നതാര്? ഭാരതം സംരക്ഷിക്കുന്നവരാരെല്ലാം അവരെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ താവളം ഉറപ്പിക്കുക എന്നാണ് ലക്ഷ്യം. ബംഗ്ലാദേശിലുണ്ടായ കലാപത്തിന് കാരണം പറയുന്ന സംവരണ പ്രക്ഷോഭമാണ്. സംവരണ പ്രക്ഷോഭം എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് അവിടെ കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുകയായിരുന്നു. ഭാരതത്തിലും ഇത്തരത്തിലൊരു ശ്രമം മുൻപ് നടന്നിട്ടുണ്ട്. JNUവിലും അതുപോലെയുള്ള സർവകലാശാലകളിലുമെല്ലാം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അരങ്ങുതോർത്തു. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ഭാരതത്തിനെതിരെ വിദ്യാർത്ഥികളോട് പ്രക്ഷോഭത്തിലിറങ്ങാൻ ആഹ്വാനം ചെയ്തു. ഇവർക്കെല്ലാം ഫണ്ട് ചെയ്താരാ? അവർക്കെല്ലാം സഹായം ചെയ്താരാ? ഈ മതഭീകരവാദ പ്രസ്ഥാനങ്ങളാണ്. അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും പാകിസ്ഥാനും അടക്കമുള്ള രാഷ്ട്രങ്ങളാണ്. ഭാരതത്തിൽ ആഭ്യന്തര പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ച് പരാജയപ്പെട്ട ആളുകൾ, ജോർജ് സൊറാബ്ജിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഡൊണാൾഡ് ലൂവിനെ പോലെയുള്ള ആളുകൾ, നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസി എന്ന സംഘടന, ഫോർഡ് ഫൗണ്ടേഷൻ, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്നിവയും എല്ലാം ഭാരതത്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. മാലിയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു, അഫ്ഗാനിസ്ഥാനിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു, പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഭാരതത്തിനുള്ളിൽ സൈനിക താവളത്തിൽ വ്യോമത്താവളം എന്ന ആവശ്യം ബംഗ്ലാദേശിനോട് ഉന്നയിക്കുകയും അമേരിക്ക അത് ആവശ്യപ്പെടുകയും ചെയ്ത എന്തിനാ? ജോ ബൈഡന്റെ നേതൃത്വത്തിൽ. അധികാരം മാറിയിട്ടുണ്ട്. കാത്തിരുന്ന് കാണേണ്ടതാണ് അമേരിക്കയുടെ പുതിയ നയം എന്ത് എന്ന്. ജോ ബൈഡൻ ബംഗ്ലാദേശിൽ അവർക്ക് സൈനിക താവളത്തിന് അനുമതി കൊടുത്തില്ല എന്നൊരു കാരണത്തിന്റെ പേരിലാണ് ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയെന്ന് പറയുന്നു. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയും ഭരണകൂടത്തിനുമെതിരെ, നിലവിലുള്ള ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായതെങ്കിൽ, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും അവിടുത്തെ മറ്റ് പ്രസ്ഥാനങ്ങളുടെ നീക്കമാണ് ഉണ്ടായതെങ്കിൽ, 8% മാത്രം വരുന്ന 8.5% മാത്രം വരുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തുകൊണ്ട് കലാപക്കൊടി ഉയർത്തുന്നു? ലക്ഷ്യമതൊന്നുമല്ല, മറിച്ച് ഭാരതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിൽ ഒരു ശബ്ദം പോലും ഉയരാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ്. അവർക്കനുകൂലമായി എല്ലാ ഘടകങ്ങളെയും അവരൊന്നാക്കി മാറ്റുകയാണ്. ഈ ഭാരത വിരുദ്ധ പോരാട്ടത്തിനുള്ള വേദിയാക്കി മാറ്റുകയാണ്. ഭാരതത്തിന്റെ ഭരണാധികാരികൾ തന്നെ, പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിക്കുന്നവരുടെ പ്രതിനിധികൾ തന്നെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ ഇത് ഭാരതത്തിലും ആവർത്തിക്കപ്പെടുമെന്ന് പറയുകയാണ്. ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയപ്പോ ഭാരതത്തിൽ നരേന്ദ്രമോദിയെ പുറത്താക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഇതിവിടെയും നടക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇരച്ചു കയറാൻ കഴിയുന്ന തരത്തിൽ
പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിവിടുത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കും മതഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കും മുൻകൂട്ടി അറിവുണ്ട് എന്നാണ് തെളിയുന്നത്. ഈ രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കി, ഈ രാജ്യത്തും അതുപോലെ സാർക്ക് രാജ്യങ്ങളിലുമെല്ലാം അസ്വസ്ഥത ഉണ്ടാക്കി, അവിടെയെല്ലാം ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ലോകത്ത് ഞാനാണ് ഭീമൻ എന്നുള്ള ആ പ്രഖ്യാപനത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ശ്രമമാണ് രാജ്യത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഭാരതത്തിന് പിന്നിൽ അണിനിരക്കുകയാണ്. ഭാരതം ലോകമാതാവായി ഉയർന്നു വരുന്നു, ലോകത്തിന് പ്രതീക്ഷയായി വരുന്നു. മൂന്നാം കിട ലോകരാഷ്ട്രങ്ങളെല്ലാം ഭാരതത്തിന്റെ കീഴിൽ അണിനിരക്കാൻ അഭയം തേടാൻ തയ്യാറായി നിൽക്കുന്നു. വികസിത രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നവർ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പട്ടികയിലേക്ക് ലോകത്തിന് നാഥനായി ഭാരതം ഉയർന്നു വരുമ്പോ ഭാരതത്തെ എല്ലാ രംഗത്തും അടിച്ചമർത്താൻ, ഭാരതത്തിൽ അസ്ഥിരതയുണ്ടാക്കാൻ, ഭാരതത്തിന്റെ ഐക്യം തകർക്കാൻ, അഖണ്ഡത തകർക്കാൻ, ഭാരതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടയാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കമാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ള രാജ്യങ്ങളെല്ലാം നടക്കുന്നത്. ബംഗ്ലാദേശിൽ ഇന്നെങ്കിൽ നാളെ ഭാരതത്തിലാണ്, പാകിസ്ഥാനിൽ ഇന്നെങ്കിൽ നാളെ ഭാരതത്തിലാണ്, മാലിയിൽ ഇന്നെങ്കിൽ നാളെ ഭാരതത്തിലാണ്, നേപ്പാളിൽ ഇന്നെങ്കിൽ നാളെ ഭാരതത്തിലാണ്. ഭാരതത്തിൽ ഒരു ദേശീയ പ്രസ്ഥാനം, ഭാരതത്തിൽ ദേശീയ ജനത സർവസജ്ജമായി എന്തിനേയും നേരിടാൻ കഴിയുന്ന തരത്തിൽ ഈ രാജ്യത്തിന് ഐക്യവും അഖണ്ഡതയും സംരക്ഷിച്ചു നിർത്താൻ നിലകൊള്ളുന്നു എന്നതാണ് അവർക്ക് തടസ്സം. ആ തടസ്സത്തെ നീക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന് തെളിയിക്കുകയാണ് ലോകത്ത് ദേശീയ ജനസമൂഹത്തിന്, ഹൈന്ദവ സമൂഹത്തിന്, ഹിന്ദുക്കൾക്ക്, സനാതന ധർമ്മ വിശ്വാസികൾക്ക് സംരക്ഷകരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഭാരതം. ഭാരതം ഉയർത്തിയ ആ മുദ്രാവാക്യം, ലോക ജനതയുടെ സംരക്ഷണം ഭാരതത്തിന്റെ കൈകളിലാണ്, ഭാരതാംബയുടെ കൈകളിലാണ് എന്നുള്ള ആ പ്രഖ്യാപനം സാക്ഷാത്കരിക്കപ്പെടണം. ലോകത്ത് സമാധാനം ഉണ്ടാകണമോ? ഭാരതം ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരണം. അമേരിക്കയും പാകിസ്ഥാനും മറ്റ് രാഷ്ട്രങ്ങളുമെല്ലാം നടത്തുന്ന ഇത്തരം ഹീനമായ ശ്രമങ്ങൾ അധികാരത്തിൽ വരുവാൻ വേണ്ടിയുള്ള, എല്ലാ രാഷ്ട്രങ്ങളെയും അടക്കി ഭരിക്കുവാനുള്ള അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിലും രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾക്കുമെല്ലാം വിരുദ്ധമായി ചെയ്യുന്ന ഈ പ്രവണതകളെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് ബംഗ്ലാദേശി ജനതയ്ക്ക്, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹത്തിന് ഇത്തരത്തിൽ ദുർഗതി ഉണ്ടാകുന്നുവെങ്കിൽ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബംഗ്ലാദേശി ജനസമൂഹത്തിന് വേണ്ടുന്നതെല്ലാം കൈയച്ചു കൊടുക്കാൻ, ബംഗ്ലാദേശി ജനതയുടെ ആത്മവിശ്വാസം നിലനിർത്താൻ, അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കാൻ, സഹായം ചെയ്യാൻ, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഭാരത സർക്കാർ തയ്യാറാവണം. ഭാരത സർക്കാർ ബംഗ്ലാദേശി ജനതയുടെ വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ താക്കീത് നൽകി കഴിഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക സംഘവും താക്കീത് നൽകിക്കഴിഞ്ഞു. ആ താക്കീത് സാക്ഷാത്കരിക്കപ്പെടണം. ബംഗ്ലാദേശിൽ സമാധാനം ഉണ്ടാകണം. ലോകത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ലോകത്തെ ദേശീയ ജനസമൂഹത്തോട്, ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കോട്ടയത്തെ ദേശീയ ജനതയോട് ബംഗ്ലാദേശി ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി ആവശ്യപ്പെടുന്നതാണ്. ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യക്കിരയാകുന്നവർക്ക് അവർക്ക് അനുകൂലമായി പ്രതികരിക്കാൻ, ബംഗ്ലാദേശി ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന ആവശ്യം ഈ കോട്ടയത്തിന്റെ മണ്ണിൽ നിന്ന്, അക്ഷരനഗരിയിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അത്തരമൊരു ആവശ്യം ജനമനസ്സിൽ നിന്ന് ഉയർന്നു വരുന്നതിലൂടെ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരി രാഷ്ട്ര താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നത്. ഈ ആവശ്യത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഈ രാജ്യത്തെ സംഘടനകൾ രംഗത്ത് വരണം. ധാക്കയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയവർ എന്തുകൊണ്ട് ബംഗാളി ജനതയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നില്ല? പാലസ്തീന് വേണ്ടി പാട്ടകുലുക്കിയവർ എന്തുകൊണ്ട് ബംഗ്ലാദേശി ജനതയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നില്ല, പാട്ടകുലുക്കുന്നില്ല? പാട്ടകുലുക്കുന്നവരെല്ലാം മതഭീകരവാദി ശക്തികളുടെ പിണിയാളുകളായി വർത്തിക്കുകയാണ്.
അതിവിപ്ലവ പ്രസ്ഥാനങ്ങൾ അവരുടെ പിണിയാളുകളായി മാറുകയാണ്. അവരുടെ പണം പറ്റുന്നവരാണ് ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികൾ. ജോർജ് സൊറാബ്ജിയെ പോലെയുള്ള ആളുകളുടെ പിണിയാളുകളായി ഓച്ചാനിച്ചു നിൽക്കുന്നു ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവടക്കം. അവളുടെ ചാരം പറ്റുന്നവരായി മാറിക്കൊണ്ട് ഭാരത വിരുദ്ധ പ്രവർത്തനത്തിനും ലോകത്ത് ന്യൂനപക്ഷ സമൂഹങ്ങൾക്കും ദോഷകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കൈയച്ച് സഹായിക്കുകയാണ്. പാലസ്തീനു വേണ്ടി പാട്ടകുലുക്കുന്നവർ, ഗാസയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവർ ബംഗ്ലാദേശി ജനതയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടാൻ തയ്യാറാവണം. കേരളത്തിന് നിയമസഭ വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം ഇടതിനും വലതിനും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രമേയം പാസാക്കുന്ന നിയമസഭയാണ്. CAA നിയമം വന്നപ്പോ ഒന്നിച്ചു നിന്ന് നിയമം പാസാക്കിയതാണ്. കേരളത്തിലെ സർക്കാരിനോട് ബംഗ്ലാദേശി ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി പറയുന്നു, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമൂഹത്തിന് നീതി ഉറപ്പാക്കാൻ, അവരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കേരളത്തിന്റെ നിയമസഭയും പ്രതികരിക്കണം. ഭാരത സർക്കാർ ഇടപെടണമെന്ന ആവശ്യം, ഭാരത സർക്കാർ ഉചിതമായ തീരുമാനമെടുത്തുകൊണ്ട് ബംഗ്ലാദേശി ന്യൂനപക്ഷത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യം ജനാധിപത്യ കേരളത്തിന്റെ ശ്രീകോവിൽ ഒരു പ്രമേയമെങ്കിലും വെച്ചുകൊണ്ട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തയ്യാറാവണം. ഇല്ലായെങ്കിൽ നിങ്ങൾ നാളെ ഒഴുക്കുന്ന മുതലക്കണ്ണീരുകൾ, ആ കണ്ണീരുകൾ കേരളീയ ജനത മനസ്സിലാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ ഭാഷണം മാർഗദർശക് മണ്ഡലം സംസ്ഥാന സെക്രട്ടറി സംഭൂജിയ സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതിജിയെ ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. ഹരി ഓം. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നടന്നു വരുന്ന ഒരു വലിയ തമാശ വാസ്തവത്തിൽ ഈ ബംഗ്ലാദേശ് ന്യൂനപക്ഷ പീഡനത്തോടനുബന്ധിച്ച് അല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരു സമൂഹമാണ് എങ്കിൽ മനസ്സിലാകാൻ അല്പം പോലും വിഷമം ഉണ്ടാവില്ല. അതായത് കേരളത്തിലെ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലെ ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ മേൽ ഏതെങ്കിലും ഒരു അതിക്രമം, ഇതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രശ്നമാണെങ്കിലും ഇത് ഏകോപിപ്പിക്കപ്പെടണം എന്നുള്ള വിഷയമൊക്കെ വരികയാണെങ്കിലും ഒക്കെ പറഞ്ഞു കേൾക്കുന്ന വലിയ തമാശ അത് സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണ്, സംഘപരിവാറിൻ്റെ ശബ്ദമാണ്, അത് സംഘപരിവാറിൻ്റെ വർഗീയതയുടെ ഭാഗമാണ്. ഇത് സാധാരണ രീതി. എന്നിട്ട് അതിൻ്റെ പുറകെ മറ്റൊരു കാര്യം കൂടി പറയും, സംഘപരിവാർ എന്ന് പറയുന്നതല്ല ഹിന്ദു. ഇതൊരു സാധാരണ രീതിയിൽ തമാശ രൂപത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരെ ബംഗ്ലാദേശിലേക്ക് നോക്കുക. ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദു സമാജം, അതിൽ മുഖ്യമായും ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഭാരതത്തിൽ എവിടെയും സംഘപരിവാറുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നില്ല. സംഘപരിവാറിൻ്റെ ഏതെങ്കിലും ഒരു വേദികളിൽ പോലും ഇസ്കോണിൻ്റെ പ്രവർത്തകരെ കാണാറില്ല, ഹരേരാമ പ്രസ്ഥാനക്കാരെ. അപ്പോൾ സംഘപരിവാർ അതിനെ ഇല്ലാതെയാക്കുക എന്ന നിലയിൽ ഒരു പ്രവർത്തനമായിട്ടല്ല അപ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബംഗ്ലാദേശിൽ നടന്നത് സംഘപരിവാറിനെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനമല്ല. അപ്പോൾ ശത്രു ആരാണ്? ശത്രു ആരാണ് എന്നത് വളരെ വ്യക്തമായി വരുന്നു. ശത്രു ഹിന്ദു തന്നെയാണ്. മനസ്സിലാക്കുക, ശത്രു ഹിന്ദുവാണ്. ഇവിടെ വർഗീയത എന്ന് പറഞ്ഞ് സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങളെ കേരളത്തിൽ അത് വർഗീയതയുടേതാണ് എന്ന് പറയുമ്പോഴും അപ്പോ അവരുടെ കണ്ണിലും നിൽക്കുന്നത് ഇത് ഹൈന്ദവ ശബ്ദമാണ്, അത് സപ്രസ് ചെയ്യപ്പെടണം എന്ന ഒറ്റ വികാരം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഏതൊരു ഏകോപനവും സാധ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ
അതിനെതിരെയുള്ള പ്രഖ്യാപനങ്ങളിൽ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഹിന്ദുവാണ് ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, ബംഗ്ലാദേശില് കേവലം 8% മാത്രമായി മാറിയിട്ടുണ്ട് ഇന്ന് ഹിന്ദുക്കൾ. 30% ഉണ്ടായി, 30% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ആ ഹിന്ദുവിനെയാണ് 8% കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ഇത്ര കാലമായിട്ട് അവരുടെ രാജ്യം രൂപീകൃതമായതിനു ശേഷം ഈ ചെറിയ പീരീഡ് കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അതൊന്നുകൂടി ശക്തമായിരിക്കുന്നു ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട്, കേവലം 3 മാസം കൊണ്ട്. അവിടെ ജനാധിപത്യത്തിൻ്റെയും എല്ലാ മതങ്ങളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം എന്ന മതേതര മൂല്യങ്ങളുടെയും ഒക്കെ പ്രതിനിധിയായി ഭരിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ആ നാട് വിട്ടോടേണ്ട ഗതികേട് വന്നു. എന്താ കാര്യം? ഈ പറയുന്ന ജമായത്ത് വർഗീയ സ്വഭാവത്തിനെ, ഇസ്ലാമികമായ ഭീകരന്മാരുടെ അവരുടെ ആ ശ്രമങ്ങളെ ചെറുക്കേണ്ടതുണ്ട്. അത് രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ ചില നിലപാടുകൾ എടുത്തു. ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. ഉടൻ തന്നെ ജമായത്തുകൾ ഒത്തൊരുമിച്ച് ഒരുപാട് ഒന്ന് ചേർന്നുകൊണ്ട് സൈന്യത്തെ ആശ്രയിച്ചുകൊണ്ട് ഭരണകൂടത്തെ അവിടെ നിന്ന് ഓടിച്ചു. ഭരണാധികാരി നാട് വിട്ട് നമ്മുടെ ദേശത്ത് വന്ന് അഭയം പ്രാപിച്ചു. ഇവിടെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇനി ബംഗ്ലാദേശ് മുഴുവൻ ഒന്നുകിൽ ഇസ്ലാമിസ്റ്റുകൾ മാത്രമാവണം, അല്ലെങ്കിൽ ഇസ്ലാമിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന സ്വഭാവം സകല മതസ്ഥരും സ്വീകരിച്ചു കൊള്ളണം. ഇസ്ലാമിന് വിധേയപ്പെട്ടവരായിട്ട് മാത്രം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കണം. ചിന്തിക്കുക. ഇവിടുത്തെ മതേതരന്മാരെല്ലാവരും കാണേണ്ട കാഴ്ചയാണ്. ഈ തമാശക്കാർ മുഴുവൻ കാണേണ്ട കാഴ്ചയാണ്. അവിടെ അതിനായിട്ട് അവർ ആശ്രയിച്ചു. നമ്മുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു, ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുന്നു. ആദ്യം തുടങ്ങി ക്രൈസ്തവ പള്ളികൾ തകർക്കുന്നു. അതിനുശേഷം ഇതേ ന്യൂനപക്ഷത്തിന്റെ വിഭാഗമായ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങൾ തകർക്കുന്നു. അവരുടെ പൂജാരിമാരെ തല്ലിക്കൊല്ലുന്നു. മനസ്സിലാക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ആചരണങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി മുൻകൂർ വാങ്ങിക്കണം, അവിടെ ലെവി അടയ്ക്കണം. ഇത്തരത്തിലൊക്കെ വന്നപ്പോ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. ഈ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. അവരും ആ ദേശത്തിന്റെ സൃഷ്ടിക്ക് കാരണഭൂതരാണ്, അതിനുവേണ്ടി പ്രയത്നിച്ചവരാണ് എന്ന് പറഞ്ഞ ഒരു കുറ്റത്തിനാണ് സന്യാസി വര്യന്മാര് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ചിന്തിക്കുക. ന്യൂനപക്ഷ അവകാശങ്ങൾ, മാനുഷിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഒരു ദേശത്ത് വസിക്കുന്ന അവരും അതിന്റെ ഭാഗമായി വസിക്കുമ്പോൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് മാത്രം പറഞ്ഞത് ഒരു തെറ്റിന്റെ പേരിൽ ജയിലില് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ അമ്മമാര്, യുവതികൾ ബലാത്സംഗം ചെയ്യപ്പെടും നിരന്തരം. ഇതൊക്കെ തമസ്കരിക്കപ്പെട്ട വാർത്തകളുടെ കൂടുതൽ കിടക്കുകയാണ്. എത്രയോ കാലമായിട്ട് അപ്പോൾ അവരത് സഹിക്കുന്നുണ്ടാവും. ആ ദേശത്തെ, നമ്മുടെ ദേശത്ത് ജനിച്ച നമ്മളുടെ ആദർശങ്ങളെയും നമ്മുടെ ദർശനങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ആചരണങ്ങളെയും പേറി ജീവിക്കുന്ന നമ്മുടെ സഹോദരന്മാർ എത്ര നാളുകളായിട്ടായിരിക്കും അപ്പോൾ ഈ കൊടിയ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് അവിടെ ജീവിച്ചു പോയിരുന്നത്? എന്നിട്ടും അവരാരും നാട് വിട്ട് ഓടിയില്ല. ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെ ദേശീയ സ്വഭാവം, നമ്മുടെ ആ ദേശത്തോടുള്ള കൂറ്, ഹിന്ദു ഏത് ദേശത്ത് ജീവിച്ചാലും ആ ദേശത്തോട് കൂറ് കാണിക്കും. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞതാണ്. ആ കൂറിന്റെ പേരിൽ തന്നെയാണ് ഇത്രയധികം പീഡനങ്ങൾ സംഭവിച്ചിട്ടും അവിടുത്തെ ഹൈന്ദവ ജനത ആ ദേശം വിട്ടുപോകാതെ അവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ കഴിയുന്നവരെയാണ് ഇത്തരത്തിൽ മൃഗീയമായ രീതിയിൽ, ഒരു മനുഷ്യാവകാശങ്ങൾ പോലും ഇല്ലാത്ത രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അറിയില്ല, അത് കേരളത്തിലെ മറ്റൊരു തമാശയാണ്, കേരളത്തിലെ വലിയ തമാശയാണ്. അതിനെതിരെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയും ഈ കുറ്റകൃത്യമായിട്ട് ജയിലിൽ അടയ്ക്കപ്പെടാം. അങ്ങനെയാണ് കേരളത്തിന്റെ ഒരു സ്വഭാവം. അവിടുത്തെ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ജമായത്തിന്റെ ഒക്കെ അജണ്ട ഏത് രീതിയിലാണോ പ്രവർത്തിക്കുക, അതിനനുകൂലമായി തന്നെയാണ് കേരളത്തിന്റെ മതേതര മൂല്യങ്ങളും. മതേതര മൂല്യം എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ, അതിന്റെ ആദർശക്കാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ അവിടെ എങ്ങനെയാണോ നടക്കുക അതിന്റെ തുടർച്ചയായിട്ട് തന്നെ നാളെ ഈ പറയുന്ന മണ്ണിൽ നടന്നേക്കാം. അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ഇതിനൊക്കെ എതിരെ ലോക സമൂഹം
ലോകം ഒത്തൊരുമയോടുകൂടി ഇടപെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ജിഹാദി ശക്തികളുടെ അജണ്ടകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ദേശത്തൊരിടത്തും ഒരു മതം മാത്രം മതി എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഒരു കാലത്തും പറഞ്ഞിട്ടില്ല, ഒരു കാലത്തും പറയുകയുമില്ല. എന്നാൽ അതേസമയം തന്നെ ആ ഒരു മതം മാത്രമാണ് ശരി, എല്ലാവരും ആ മതത്തിലേക്കാകണം, എല്ലാം ഇസ്ലാമികവൽക്കരിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു ആദർശമാണ് ഇവരെ മുന്നോട്ട് വെച്ചിട്ടുള്ള ജമാഅത്തുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആദർശങ്ങൾ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഭദ്രതയെ തകർത്തുകളയും എന്ന തിരിച്ചറിവോടുകൂടി അത് ഏത് ദേശത്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന തിരിച്ചറിവോടുകൂടി കേവലം ചില ശതമാനങ്ങൾ മാത്രം മുകളിലേക്ക് വന്നാൽ മതി. ആ ശതമാനങ്ങൾ മുമ്പിലേക്ക് വന്നാൽ പ്രത്യക്ഷ രൂപത്തിൽ തന്നെ അത് പ്രവർത്തിക്കുന്ന അതിൻ്റെ ഒരു വിരാട് സ്വഭാവത്തിലേക്ക് മാറും എന്ന തിരിച്ചറിവോടുകൂടി ഈ വലിയ വിപത്തിനെ ചെറുക്കേണ്ട ഉത്തരവാദിത്വം ഭാരതം മാത്രമല്ല ലോക സമൂഹം മുഴുവൻ ഏറ്റെടുക്കണം എന്ന ഒരു 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 പ്രാർത്ഥനയാണ് ലോകത്തിന് മുമ്പിൽ. നിസ്വരായിട്ടുള്ള ഞങ്ങളൊക്കെ ഇങ്ങനെ ധർമ്മത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന സന്യാസി വര്യന്മാരാണ് ഈ രാത്രി സമയത്ത്, ഈ സന്ധ്യാസമയത്തും ആശ്രമം വിട്ട് ഈ തെരുവിൽ കൂടി ജാഥ നടത്തുകയും ഇവിടെ വന്ന് സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിപത്തുകൾ കേരളത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കേണ്ട സമയം നമ്മുടെ മുമ്പിൽ അതിക്രമിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള തമാശകളൊക്കെ പറയുന്നവരുടെ മുമ്പിൽ അതങ്ങനെ പറയുന്നവർ പറയട്ടെ എന്ന് തന്നെ ഗൗനിച്ചുകൊണ്ട് എത്രയധികം സംഘടിതമാകാവോ അത്രയധികം ഹൈന്ദവമായ സംഘടിത സ്വഭാവം, അതിൻ്റെ വിരാട് സ്വഭാവം നമ്മൾ ആർജിച്ചെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ നന്ദി സ്വാമിജി. അടുത്തതായി മുഖ്യ പ്രഭാഷണം. അടുത്തതായി ഉദ്ഘാടന പ്രഭാഷണമാണ് സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ. ഓം നമഃ ശിവായ. ഓം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തേ നമഃ. ഹരി ഓം. സജ്ജനങ്ങളെ, ലോകത്തെമ്പാടും വിധ്വംസം നടത്താനായി പ്ലാനിട്ട് ഇറങ്ങിയ ഒരു കൂട്ടം ആളുകളുടെ സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഭാരതം സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ബംഗ്ലാദേശ് തന്നെ സ്വാതന്ത്ര്യമില്ലായ്മയിലേക്ക് നീങ്ങിയത്. അവിടുത്തെ മഹാഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് പിച്ചു ചീന്തിക്കൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്ലാമികവൽക്കരണം ആരംഭിച്ചത്. ഇത് നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കരുത്. കഴിഞ്ഞ ഓഗസ്റ്റ് 5 തുടങ്ങിയ അത് ഇന്നിപ്പോൾ 4 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. ലോകമെമ്പാടും അതിനെതിരെയുള്ള മുറവിളി കൂടുമ്പോഴാണ് ഭാരതത്തിലും എല്ലാവരും ഉണർന്ന് അതിനെതിരെ ശബ്ദമുയർത്തുന്നത്. കാരണം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും നേരത്തെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 3% മാത്രമുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇന്ന് 30-35% ഉയർന്നു. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പരമമായ സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തന അനുവാദമുണ്ട്, അവർക്ക് അവരുടെ മതപ്രചരണം നടത്താം. എന്നാൽ അവരുടെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലോ ഹിന്ദുക്കൾക്ക് അവിടെ ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത വലിയ വിപത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ലോക മനസാക്ഷി ഉയരേണ്ടതാണ്. അതുകൊണ്ടാണ് ജോർജ് സോറിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഭാരതത്തെ പോലും അസ്ഥിരപ്പെടുത്താനായി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ്
മോദിജിക്കുമൊക്കെ വോട്ടുകൾ കുറഞ്ഞു പോവുകയോ കഷ്ടിച്ച് സംഘടന അവരുടെ ആ NDA മുന്നണി വിജയിച്ചു എന്നേ ഉള്ളൂ. മോദിയെ പുറത്താക്കണമെന്നുള്ള ആസൂത്രിതമായ ആവശ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മളിത് വിഘടനവാദികളുടെ ഈ ശക്തിയെയും ഐക്യത്തെയും ഏകോപന പ്രവർത്തനത്തെയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ചെറുത്ത് നിന്നില്ല എങ്കിൽ നമ്മളും ബംഗ്ലാദേശിനെ പോലെ ആയിപ്പോയേനെയും. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ആ സ്വാതന്ത്ര്യവും ഐക്യവും ഏകോപന പ്രവർത്തനങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ. ഹിന്ദു എന്ന് പറയുന്നത് ലോകത്ത് ഭാരതം മാത്രമാണ്, അല്ലെങ്കിൽ നേപ്പാളും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ അവിടെയും ഇപ്പോൾ ഹിന്ദു രാഷ്ട്രമെന്നുള്ള പേരില്ല. അങ്ങനെ ഹൈന്ദവ ജനത ലോകത്തെമ്പാടും തിരസ്കരിക്കപ്പെടുമ്പോൾ നമ്മൾ ഏക സ്വരത്തോടെ ഐക്യത്തോടെ വർദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് വേറെങ്ങും പോകാനും നിവൃത്തിയില്ലാത്ത സ്ഥിതിവിശേഷമാണ് വന്നു ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരുടെയും ഏകോപനമായ പ്രവർത്തനമേ നമ്മെ നിലനിൽക്കാൻ തന്നെ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ ഈ സന്ധ്യാസമയത്ത് തിരുനക്കര മഹാദേവരുടെ സന്നിധിയിൽ നടക്കുന്ന ഈ സമ്മേളനം ലോകത്ത് എമ്പാടുമുള്ള സ്വാതന്ത്ര്യകാംക്ഷികളോടും ഹൈന്ദവ പ്രസ്ഥാനങ്ങളോടുമെല്ലാം ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതിനായിട്ട് ആയിരിക്കട്ടെ ഈ സമ്മേളനവും അതുപോലെ നമ്മളുടെ പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ. അങ്ങനെയുള്ള ഈ സന്ധ്യാസമയം ജഗദീശ്വരൻ്റെ അനുഗ്രഹത്താൽ അതുപോലെ സ്വാതന്ത്ര്യകാംക്ഷികളായിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹത്താൽ ലോകത്ത് എവിടെയും ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും കൊന്നൊടുക്കാനായി ശ്രമിക്കുന്നതിൻ്റെ പരിണതഫലമായിട്ടാണ് ഇസ്രായേലും ഹമാസുമായിട്ടൊക്കെയുള്ള യുദ്ധങ്ങൾ നടക്കുന്നത്. അത് ഭാരതത്തിലും കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ന്യൂനപക്ഷങ്ങളുടെ ഭൂരിപക്ഷമായിട്ട് അവരുടെ ഐക്യം കൊണ്ട് മാത്രം നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ആ തീവ്രവാദികളുടെ ശ്രമം. അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് നമ്മളുടെ പരമ ആവശ്യമാണ്. അതിന് എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ന്യൂനപക്ഷ വിധ്വംസ പ്രവർത്തനം മതിയാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനോടും അതുപോലെ ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങളോടും എല്ലാം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം. വളരെ നന്ദി സ്വാമിജി. മുഖ്യ പ്രഭാഷണത്തിനായി കുരുക്ഷേത്ര പ്രകാശൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കാഭ സുരേന്ദ്രൻ ചേട്ടനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആചാര്യശ്രേഷ്ഠന്മാർക്കും ആദരണീയ സഭയ്ക്കും നമസ്കാരം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ ആക്രമണങ്ങൾ ഇസ്ലാമിക സമൂഹം അവസാനിപ്പിക്കണം. തീവ്രവാദികളുടെ പ്രാകൃത ഭരണം അവസാനിപ്പിച്ച് കാലത്തിന് ചേരുന്ന ഭരണം അവിടെ സ്ഥാപിതമാകേണ്ടതുണ്ട്. സ്വാമി ചിന്മയ കൃഷ്ണദാസ് ഇന്ന് ആഗോള ഭീകരതയ്ക്കെതിരായ പ്രക്ഷോഭത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ഒരു സന്യാസി ശ്രേഷ്ഠനെ പീഡിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ മതസങ്കല്പം എന്താണ് എന്ന് ബംഗ്ലാദേശ് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ മതഭീകരവാദികളുടെ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ ഉള്ള
ശ്രമവും സമ്മർദ്ദവും ലോകരാജ്യങ്ങൾ ബംഗ്ലാദേശിനു മേൽ നടത്തേണ്ടതുണ്ട്. ഇതര മതങ്ങളെ ആദരിക്കുന്നവരാണ് തങ്ങൾ എന്ന വാദം എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നടപ്പാക്കാത്തത്? നമ്മൾ ഈ കോട്ടയത്തും കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും മുഴുവൻ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന, നിത്യേന നമ്മളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ ഇസ്ലാമിക ഭരണവ്യവസ്ഥ എല്ലാവർക്കും തുല്യത വാഗ്ദാനം ചെയ്യും. ഇസ്ലാമിക സമൂഹം സമാധാനം വാഗ്ദാനം ചെയ്യും. സ്വസ്ഥമായ സാമൂഹിക ജീവിതമാണ് അവരുടെ വാഗ്ദാനം എന്ന് എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും ഇരിക്കെ എന്തുകൊണ്ടാണ് അത് ബംഗ്ലാദേശിൽ കാണാത്തത്? അവിടെ അത്തരമൊരു ഭരണമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം പറയുവാൻ ആ മതത്തിൻ്റെ നേതാക്കന്മാരും മത